ബോറ് പരിപാടിയാടാ. എനിക്ക് വേണമെങ്കിൽ മറ്റേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചെമ്പ് മന്തി വാങ്ങിത്തരാ. നീ എന്താ നീ കളിക്കണത്? ആൾക്കാരും പിന്നെ ഇങ്ങനെ തീർന്നല്ല ക്യാമറ ഒക്കെ ഉണ്ട്. എന്തിനാണ് കളിയാക്കണത്? വിരലീമ്പുക എന്ന സുന്നത്തിനെ, പ്ലേറ്റ് വൃത്തിയാക്കുക എന്ന സുന്നത്തിനെ. എന്താ ഇയാൾ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് എ കൾച്ചർ എസ്പെഷ്യലി എമംഗ് ദി പീപ്പിൾ. ഇവന്റെ അലാഖിന്റെ BA ഇംഗ്ലീഷിന്റെ ആംഗ്ലേയം ഭാഷയിൽ പ്രൊണൗൺസിയേഷൻ തെറ്റാണ്ട് പറഞ്ഞാലേ ഇംഗ്ലീഷിൽ ഗ്രമറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല. ഓന് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ കൾച്ചർ എസ്പെഷ്യലി എമംഗ് ദി പീപ്പിൾ. ആളും പിന്നെ ഇതൊന്നും കൾച്ചർ അല്ലല്ലോ. കൂട്ടരെ, നിങ്ങളുടെ കാസർഗോഡ് ഭാഷയിലും ട്രോളുകളുണ്ട് ഇപ്പം ഇഷ്ടം പോലെ. ഓരോരോ നാട്ടിലെ ഭാഷയിലും അതത് ട്രോളുകൾ വന്നിട്ട് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാക്ക് നമ്മൾ പറഞ്ഞാല് നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ട് മുർത്തദ്ദായിട്ടുണ്ട് എന്ന് നമുക്കോ നാട്ടുകാർക്കോ മനസ്സിലാവുമെന്ന് ചെയ്യില്ല. 65-75 കൊല്ലവും പള്ളിയിലും മക്കത്തൊക്കെ പോകുന്നുണ്ടാവും. ആധാർ കാർഡിലും മറ്റ് റേഷൻ കാർഡിലൊക്കെ നമ്മളെ പേര് മുസ്ലിമിന്റെ പേരും ഉണ്ടാവും. പക്ഷെ 22-ാം വയസ്സിൽ എന്നോ ഒരു തവണ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഒരു വാക്കോ പ്രവർത്തനോ ചെയ്തിട്ട് ഇസ്ലാമെന്ന് പുറത്തെത്തിയിട്ടുണ്ടാവും. ആഖിറത്തിലെത്തുമ്പോൾ മനസ്സിലായാല് 22-ാം വയസ്സിൽ നിന്ന് എക്സിറ്റ് അടിച്ചിന്. ജാഗ്രത വേണം. ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടും. അല്ലാഹ് കാക്കട്ടെ. 2, ബിദ്അത്തുകാർ അവരെ ആട്ടി ഓടിക്കും. ഫതാവുൽ ഹദീസിലുണ്ട്. അവരെയും ആട്ടി ഓടിക്കും ഹൗലുൽ കൗസറിന്റെ അടുത്തുനിന്ന്. കാരണം വിശ്വാസ വൈകല്യങ്ങൾ വന്നവരാണ് അഹ്ലുൽ ബിദ്അ. കിലാബു അഹ്ലിന്നാർ. നരകത്തിൽ അവർ നായയുടെ കോലത്തിലായിരിക്കും എത്തുക. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും കഷ്ണം കഷ്ണമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മഹാന്മാരെയും അക്ബറുകളെയൊക്കെ നിന്ദിക്കുന്ന ഒരു വിഭാഗമാണ് ബിദ്അത്തുകാർ. ലോകത്തെ എല്ലാ മഖബറകളും ശാപങ്ങളുടെ കേന്ദ്രമാണെന്ന് മലയാളത്തിന്റെ അക്ഷരങ്ങളിൽ പ്രസംഗിച്ച നാടാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. ബിദ്അത്തുകാർ. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദുകാര്. ബിദ്അത്തുകാർ നമ്മൾ പെടണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ കയറി വരാതിരിക്കാനുള്ള സർവ്വജാഗ്രതയും വിവാഹ നേരത്തും കോളേജിലേക്ക് പറഞ്ഞു വിടുമ്പോഴും ഓരോ ഘട്ടത്തിലും ഉപ്പക്കും ഉമ്മക്കും ഉണ്ടാവണം. ബിദ്അത്തുകാരെങ്ങനെയാ ഹൗലുൽ കൗസർ കുടിക്കുക? മൗലിദ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. മാല ചെല്ലാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ശിർക്കും കുഫറുമാക്കി. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം മുനാഫിഖാണ്. കപട വിശ്വാസി. ഉള്ളിലൊന്നും പുറത്തൊന്നും. മനുഷ്യരെ വഞ്ചിക്കുന്നവർ, കളവ് പറഞ്ഞു പറ്റിക്കുന്നവർ, സ്വന്തം ബിസിനസ് പാർട്ട്ണറെ പറ്റിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഉണ്ട്. അത് നിഫാഖിന്റെ അടയാളല്ലേ? അതെ. ഭാര്യയെ വഞ്ചിക്കുന്നവരില്ലേ? ഭർത്താവിനെ വഞ്ചിക്കുന്നവരില്ലേ? കൂട്ടുകാരെ പറ്റിക്കുന്നവരില്ലേ? മുതലാളിയെ പറ്റിക്കുന്നവരില്ലേ? തൊഴിലാളിക്ക് വേതനം കൊടുക്കാത്തവരില്ലേ? നാടിനും നാട്ടുകാർക്കും വലിയ സംഭാവനയും പള്ളിക്കും ഉറൂസിനും വലിയ ഡൊണേഷനും കൊടുക്കുന്നു. സ്വന്തം സ്റ്റാഫിന് മര്യാദയ്ക്ക് സാലറി കൊടുക്കണില്ല. ഇതാണോ ഇസ്ലാം? വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം കൊടുക്കണമെന്ന ഹദീസ് മെയ് ദിനത്തിന് സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല മോനെ. സ്വന്തം സ്റ്റാഫിനെയും സ്വന്തം സ്ഥാപനത്തിലെ ജോലിക്കാരെയും മര്യാദയ്ക്ക് പരിഗണിക്കണം. പറ്റിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ തർക്കിക്കുന്ന ഘട്ടത്തിൽ എന്തോ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ പഴയ ഓർമ്മകളിലെ തെറ്റുകളെല്ലാം ഉറക്കെ പറഞ്ഞ് തമ്മാടിത്തം പറയുന്നവർ മുനാഫിഖീങ്ങളാണെന്ന് ഹദീസിലുണ്ട്. അതിന്റെ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞത്. തമ്മിൽ തെറ്റിക്കാൻ പണ്ട് പ്രസംഗിച്ച വീഡിയോ ഒന്നുകൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൽ. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. പണ്ട് നീ എന്താ പറഞ്ഞതിന്? പണ്ട് അയാൾ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? നീ എന്തെല്ലാമാണ് അയാളെ കുറിച്ച് പറഞ്ഞത്? ഇങ്ങനെ പണ്ടത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞ് തെറ്റിക്കുന്നത് നിഫാഖിന്റെ അടയാളം. കളവറിയരുത്. വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്. കരാറ് പറഞ്ഞാൽ
ലംഘിക്കരുത്, നാളെ തരാം, കടം വാങ്ങിയിട്ടെ നാളെ തരാം. എല്ലാം മോനെ ഇതെന്താ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടോ, മുങ്ങുന്നൊന്നുമില്ലല്ലോ, തരാം, ആകെ 10,000 അല്ല തരാം. ഇപ്പൊ അടുത്ത് തുടങ്ങിയ ഒരു അസുഖാണ്, വലിയ റിസ്ക് ഉള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് 10,000-ന്റെ പണിയാണെങ്കിൽ 6,000 രൂപ അയച്ചു കൊടുക്കും. ഈ പാവത്തിന്റെ രാത്രി ഉറക്കൊഴിഞ്ഞതിന്റെയും അധ്വാനത്തിന്റെയും ആകെയുള്ള ലാഭം ഈ 4,000 ആയിരിക്കും. ഇത് കൊടുക്കൂല. തരാടോ, 6,000 അയച്ചില്ലേ, 4 തരാം. എന്ത് മുസ്ലിമായി ഈ ചങ്ങായിമാരൊക്കെ? എവിടെന്നാണ് ഇവരൊക്കെ ഇസ്ലാം അടിച്ചത്? എന്തിനാ മോനെ കയ്യിൽ കൗണ്ടർ? നിസ്കാരത്താൻ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ അന്ന് നിനക്ക് നരകം കണക്കാകും. ഈമാനോട് മരിച്ചു കിട്ടൂല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ തീർന്ന് കാറ്റുപോയി. മര്യാദക്ക് പണിയെടുത്തതിന് മര്യാദക്ക്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡിസൈനേഴ്സാണ്. ഡിസൈൻ ചെയ്ത കുട്ടികളുണ്ടാവും. ഒരു ഉറൂസിനോ ഒരു പരിപാടിക്കോ ഡിസൈൻ ചെയ്ത് ക്യാഷ് കൊടുക്കൂല. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നല്ലേ? തരാം. എത്ര പൈസ ഉണ്ടെങ്കിലും അത് കൊടുക്കൂല. അത് നമ്മളെ സ്വന്തക്കാരാണ്. വയലിന് വന്ന് എനിക്ക് ഭയങ്കര ഹദിയ. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് കാര്യം ശമ്പളം കൊടുക്കണില്ല. എവിടെന്നാ ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കണത്? ആരാ ഇതൊക്കെ പഠിപ്പിച്ചേക്കണത്? കൂലി കൊടുക്കണം. അവര് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യണം. മുതലാളിമാര് നന്നായി ശ്രദ്ധിക്കണം, നിഫാഖിന്റെ പണിയെടുക്കരുത്. നെക്സ്റ്റ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർ. 4-മത്തത്, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഔദുൽ കൗസർ കിട്ടൂല, ആട്ടി ഓടിക്കപ്പെടും. കോളറിന്റെ വേക്കുന്ന പിടിച്ചു കൊണ്ടുവന്ന് പറയുന്ന പോലെ ആട്ടി ഓടിക്കപ്പെടും. ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. ബൈക്ക് എടുത്തിട്ട് പോകുമ്പോ ബുള്ളറ്റാണ് എടുത്തു പോകണമെങ്കിൽ അതിന്റെ ബുള്ളറ്റിന്റെ ഏതെങ്കിലും പാർട്ട് അഴിച്ചു കളഞ്ഞിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് സർവ്വയാത്രക്കാർക്കും സഹയാത്രികർക്കും ചെവി പൊട്ടുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റ് ഓടിക്കരുത് എന്ന് 1-മത്തെ അർത്ഥം. 2-മത്തെ അർത്ഥം, വയലിന്റെ പകുതിക്ക് ഭാര്യ വിളിച്ചിട്ട് അർജന്റായിട്ട് പോകുന്ന ഒരാൾക്ക് വണ്ടി യഥേഷ്ടം എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ശേഷം വന്ന ഓരോരുത്തരും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വഴിയോട് നീ കടപ്പാട് നിർവഹിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയോടുള്ള കടപ്പാടാണത്. അപ്പോ ഹോൺ അടിച്ചിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഇല്ല. അലക്ഷ്യമായി വണ്ടി പാർക്ക് ചെയ്തിട്ട് സർവ്വ മനുഷ്യന്മാർക്കും എടുക്കാൻ കഴിയാതെ വെസ്റ്റ് കോസ്റ്റിന് തിരിച്ചു പോകേണ്ട ഉസ്താദിന് ട്രെയിൻ മിസ്സായാൽ നമ്മൾ കുറ്റക്കാരാവില്ലേ? കുറ്റക്കാരാവും. നമ്മളല്ലേ അലക്ഷ്യമായിട്ട് വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ മുസ്ലിം? ഇല്ല. യഥാർത്ഥത്തിൽ ട്രാഫിക് സിഗ്നലോ പോലീസോ ഒന്നും അല്ല മുസ്ലിമിനെ നിയന്ത്രിക്കേണ്ടത്. പിന്നെ മുസ്ലിം ആണെങ്കിൽ ഒരു ട്രാഫിക് നിയമവും തെറ്റിക്കൂല. കാരണം നേരത്തെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വഴിയോട് കുറെ കടപ്പാടുണ്ട്, അത് ശരിക്കും നീ നിർവഹിക്കണം എന്ന്. വഴിയോട് 14 കടപ്പാടുകൾ ഫതുഹുൽ ബാരി ഹദീസുകൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ കിതാബിൽ നോക്കാവുന്നതാണ്. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൂടപ്പറപ്പുകളെ ബുദ്ധിമുട്ടിക്കരുത്. അവരെ ബുദ്ധിമുട്ടിച്ചാൽ ഈമാനില്ലാത്ത മരണത്തിന് കൂടുതൽ സാധ്യതയാണ്. എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരേ കുറ്റമല്ല കേട്ടോ. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഒരുത്ത മുഅ്മിനാവൂല. നബി തങ്ങൾ പറയണ തന്നെ ഓൾറെഡി സ്വാദിഖുൽ മസ്തൂഖായോണ്ട് സത്യമേ പറയുള്ളൂ. സത്യം ഇട്ടിട്ട് 3 വട്ടം സത്യം ഇട്ടിട്ട് പറയുമ്പോ സ്വഹാബത്ത് തന്നെ ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു ആര് മുഅ്മിനാവൂല എന്നാ തങ്ങൾ ഇങ്ങനെ സത്യമൊക്കെ ഇട്ടിട്ട് പറയണത്? അയൽവാസിക്ക് ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാവൂല. ഒരാൾ വണ്ടി എടുത്തിട്ട് വരുമ്പോ തന്നെ പാവപ്പെട്ട അയൽവാസികൾ മുട്ടുപറക്കുന്നു, അല്ലാ എന്തൊക്കെ പറഞ്ഞക്കോ, മിന്നാന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് എത്തിയുണ്ടെന്ന് പറഞ്ഞക്കോ. ആജിയാരെ പേടിയുണ്ടെങ്കിൽ ആജിയാർ മുഅ്മിനായിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മൾ മൂമിനായില്ല എന്നാണ് ഹദീസെങ്കിൽ, MDM ഉപയോഗിക്കുന്നവനക്ക് സ്വന്തം ഭാര്യയൊക്കെ ഓനെ പേടിയാണ്. കുത്തിക്കൊന്നു കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറത്ത് എന്ന ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യക്കും മക്കൾക്കും പേടിയാണ് കള്ളൂടിയാനെ ലഹരി ഉപയോഗിക്കുന്നവര്. ഓ മൂമിനാവോ? ഇല്ല. അയൽവാസിക്ക് തന്നെ ഇയാളെ പേടിയുണ്ടെങ്കിൽ ഇയാള് മൂമിനാവൂലെങ്കിൽ ഭാര്യക്ക് പേടിയുണ്ടെങ്കിൽ പറയാണ്ട. ചില ഭർത്താക്കന്മാര് അഭിമാനത്തോടെ പറയും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മിണ്ടില്ല. ആ ഒരു പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ ആരും മിണ്ടുന്നില്ല. ഏറ്റവും മോശം മനുഷ്യൻ ആരാണെന്ന് കിതാബിൽ ഒരു ചർച്ചയുണ്ട്. ഭാര്യയും മക്കളും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ച് കളിച്ച് വർത്താനം പറയാണ്. ആ ചിരി തമാശകളെല്ലാം ഇയാൾ വീട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇയാളാണ് ഏറ്റവും മോശം മനുഷ്യനെന്ന് കിതാബുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആർക്കും ബുദ്ധിമുട്ടാവരുത്. ഒരാളെ കളിയാക്കി ചിരിക്കരുത്, ആരെയും ട്രോൾ ചെയ്യരുത്, ഇമോജി കൊണ്ടും കളിയാക്കരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് മാത്രമല്ല, എഴുത്ത്, ചിഹ്നങ്ങൾ, ഇതെല്ലാം ഗീബത്ത് തന്നെയാണ്. മറ്റുള്ള ആളെ വിഷമിപ്പിക്കുന്ന എന്തെല്ലാം വർത്താനുണ്ടോ അതൊക്കെ ഗീബത്താണ്. അത് അയാളുടെ ഭാര്യനെ കുറിച്ചാവാം, അല്ലെങ്കിൽ അയാളുടെ വണ്ടിനെ കുറിച്ചാവാം, അയാളുടെ പേന്റിനെ കുറിച്ചാവാം, അയാളുടെ തലീക്കെട്ടിനെ കുറിച്ചിട്ടാവാം, അയാളുടെ സ്വഭാവത്തെ കുറിച്ചാവാം, അയാളുടെ ഇബാദത്തിനെ കുറിച്ചാവാം, അയാളുടെ ശാരീരിക പ്രകൃതിയെ കുറിച്ചാവാം. അയാളെ വിഷമിപ്പിക്കുന്ന, അയാൾ ഡയറക്റ്റ് ബന്ധമുള്ളതോ ഇൻഡയറക്റ്റ് റിലേറ്റഡ് ആയതോ ആയ ഏത് കാര്യത്തിനെ കുറ്റം പറയലും അത് ഗീബത്താണെന്ന് അൽ അദ്കാർ മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന കിതാബിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അവർക്കാണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈൽ എന്ന നരകം. മനുഷ്യന്മാരെ ഗീബത്ത് പറയുന്നവർക്ക് അതിനൊന്നും നിൽക്കരുത്. അപ്പൊ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടാവരുത്. അപ്പൊ നമ്മളെ വീട്ടിൽ ഷവായി ഫ്രൈ പാചകം ചെയ്യുന്നു, ഡ്രൈ ചിക്കൻ ഗ്രില്ല് ചൂടുന്നു, അല്ലെങ്കിൽ ഷവർമ്മയാണ് പാചകം ചെയ്യണത്. അതിൻ്റെ വാസന അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി. അപ്പുറത്തെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മേലേന്ന് വീണ് മരിച്ചുപോയ ഒരാളുടെ വിധവയായ ഭാര്യയും അവരുടെ അനാഥ മക്കളുമാണ്. അവർക്ക് ഈ മണം അടിച്ചിട്ട് അല്ലാ ഇങ്ങനത്തെ എപ്പം നമുക്ക് തിന്നാന്നുള്ളൊരു ആഗ്രഹവും മനസ്സിന് വിഷമം വന്നെങ്കിൽ നമ്മൾ നല്ല മുമ്പിനാണോ? അല്ല. അബൂദാബിയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ 9ാം നിലയിലാണ് താമസിക്കുന്നത്, 10ാം നിലയിൽ താമസിക്കുന്നു. അവിടുന്ന് കുട്ടികൾ ഓടിക്കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒച്ചപ്പാടിൽ 8ാം നിലയിൽ താമസിക്കുന്ന ഉമ്മാമക്കും ഉപ്പാപ്പക്കും ഉറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വീട്ടുകാരൻ നല്ല മോന അല്ല. കണ്ടോ? നമ്മൾ മുസ്ലിം തീവ്രവാദിയാവോ? ഇല്ല. ഭീകരവാദിയാവോ? ഇല്ല. ഉഗ്രവാദിയാവോ? ഇല്ല. ഇസ്ലാം പഠിച്ച ഒരു മനുഷ്യൻ ഒരു ഉറുമ്പിനെ പോലും ബുദ്ധിമുട്ടിക്കൂല. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കലം മഷിക്കുപ്പിയിൽ കുത്തിയിട്ട് എഴുതുന്നു, മഷി തീർന്നാൽ പിന്നെയും മഷിക്കുപ്പിയിൽ കുത്തുന്ന എഴുതുന്നു. അപ്പോഴാണ് ഒരു ഈച്ച വന്നത്. കിതാബിന്റെ എഴുത്ത് നിർത്തിയിട്ട് ഈച്ച മഷി കുടിച്ചോട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. അക്കാരണം കൊണ്ട് ഗസാലി ഇമാമിന് എത്ര പവർ കിട്ടി കണ്ടോ? നിസ്കരിക്കുന്ന പെണ്ണല്ലേ, പക്ഷെ പൂച്ചനെ കെട്ടിയിട്ടു പോയി നരകത്തില്. തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നായന്റെ ദാഹം മനസ്സിലാക്കി അതിന്റെ വേദന തിരിച്ചറിഞ്ഞ് അതിന്റെ ദാഹം മാറ്റാൻ ഷൂരിയിട്ട് വെള്ളം കോരി കൊടുത്തപ്പോ കിട്ടിയില്ലേ സ്വർഗം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും കളിയാക്കരുത്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സ്റ്റിക്കർ സംസ്കാരമൊക്കെ ഉണ്ടല്ലോ. എടാ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ മരിക്കാനായിട്ടുണ്ട്, ഒരു ഇന്നാലില്ലാഹി വഇന്നാലി റാജിഊന്റെ 2-3 മോഡൽ സ്റ്റിക്കർ അയക്കുമെന്ന് ചോദിക്കുന്ന പുതിയ കാലത്തെ വൃത്തികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആത്മീയ ചൈതന്യത്തെ പോലും ട്രോളുകളിലും സ്റ്റിക്കറിൽ ഒതുക്കുന്ന ഒരു കാലത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ശബ്ദം ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റുമോ? ഇല്ല. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബിയേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് മദീനത്ത് മാത്രമുള്ള നിയമമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രമുള്ള നിയമമാണോ? അല്ലല്ലോ.
മൗലിദിന്റെ മജ്ലിസിൽ, ഹദീസിന്റെ ക്ലാസ്സിൽ, ഷമാഇലിന്റെ ദർസിൽ, അതൊന്നും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആള് ഡോറ് മെല്ലെ അടക്കുള്ളൂ. റൂമിന്റെ ആയാലും ശരി, കാറിന്റെ ആയാലും ശരി, ഗ്ലാസ് മെല്ലെ വെക്കുള്ളൂ ടേബിളിന്റെ മേലെ, ഫ്ലഷ് മെല്ലെ അടിക്കുള്ളൂ. ആരെയും തുറച്ചു നോക്കൂല, ആരെയും വേദനിപ്പിക്കൂല. കണ്ടോ കണ്ടോ? ഇതല്ലേ ഒരു നബി സ്നേഹം എന്ന് പറയണത്. സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കലും ഞാൻ മദീനയിൽ എത്തിയെന്ന് സ്റ്റാറ്റസ് ഇടലും ആണോ ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ? അല്ല. ഒരു നബി ജീവിതം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? അനസു യാ ബുനയ്യ, ഓ കുഞ്ഞുമോൻ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ. ഒരു മുസ്ലിമിനോടും ഒരു അമുസ്ലിമിനോടും ആരോടും വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫൽ, മോൻ അങ്ങനെ ജീവിക്കണം. വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ജീവിതം. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അതെന്നല്ല എന്നോടുള്ള പ്രേമം. വമൻ അഹബ്ബനി, എന്നെ ആത്മാർത്ഥമായി അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും സ്വർഗത്തിലെത്തുക. അപ്പൊ ഒരു നബി ജീവിതം ഉള്ള ആൾ എന്താ ചെയ്യേണ്ടത്? ആരെയും ബുദ്ധിമുട്ടിക്കൂല. കൂക്കി വിളിക്കോ? ഇല്ല. കളിയാക്കുവോ? ഇല്ല. പരിഹസിക്കുവോ? ഇല്ല. നമ്മുടെ ഭാഗത്താണ് ശരി, എന്നിട്ടും നമ്മൾ അവിടെ ഒരു തർക്കത്തിന് പോകണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ തർക്കം ഒഴിവാക്കിയാൽ, മോനെ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് നിനക്ക് വാങ്ങിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വർത്താനാ പറഞ്ഞേ നോക്കി നിങ്ങള്, എന്ത് വർത്താനം അങ്ങോട്ട് പറഞ്ഞേക്കണത്. ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് പോകുമ്പോ ഓട്ടോ ഡ്രൈവർ റോങ് സൈഡിൽ വന്നിട്ട് പെട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു. ശരി നമ്മുടെ ഭാഗത്താണ്, അയാളുടെ ഭാഗത്താണ് റോങ്, അതുകൊണ്ടല്ലേ റോങ് സൈഡ് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ ഓട്ടോ ഡ്രൈവർ നമ്മളോട് പറയണേ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണത്, എന്നിട്ടും ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ ഹദീസ് ഓർമ്മിച്ചിട്ട് നമ്മളെ ദേഷ്യത്തിന് ബ്രേക്ക് ചവിട്ടി. എങ്കിൽ മോനെ നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് ഞാൻ വാങ്ങിത്തരും എന്ന് പറഞ്ഞാല്, ഇതാ ഈ രേഖ എടുത്തിട്ട് പോയിട്ട് സ്വർഗം എനിക്ക് കൊടുക്കണം, ബൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാണിച്ചു കൊടുത്താ മതി, ഞാൻ പറഞ്ഞങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്താ വാർത്താനത്. 2500 രൂപ ഫ്രെയിമിനുള്ള പുതിയ ഗ്ലാസ് സ്പെക്സ്, അത് നിസ്കാര ശേഷം അവിടെ നമ്മൾ അങ്ങനെ ഊരി വെച്ചതാ. 1ാം സപ്പിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പോകുമ്പോ അത് ചവിട്ടി, ഒറ്റ ചവിട്ടല് 2500 രൂപ ഒറ്റയടിക്ക് തവിട് കൂടിയായി. എന്നിട്ട് നമ്മളാകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അയാള് ഉസ്താദ് ഈ ഗ്ലാസ് ഒക്കെ വെക്കണത് ഇങ്ങോട്ട്. അപ്പൊ നമ്മള് കാലിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ തർക്കത്തിന്റെ ഡോറ് ക്ലോസ് ചെയ്താൽ, പൊന്നു മോനെ ഞാൻ വാങ്ങിത്തരൂടോ, അതും സ്വർഗത്തിന്റെ മധ്യത്തില് ഞാൻ വാങ്ങിത്തരും. ഏതാ വർത്താനം നോക്കി നിങ്ങള്. കഴിയണം കൂട്ടുകാരെ. വയലിന് കമന്റ് ഒന്നും പ്രത്യേകിച്ച് വേണ്ട, ഈ വയലിനെ കുറിച്ച് ഒരു കമന്റും വേണ്ട, മറിച്ച് ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നല്ലൊരു മനുഷ്യനാവുക, എന്ത് രസമുണ്ടാവും, ആർക്കൊരു ബുദ്ധിമുട്ടില്ല. എന്തിനാ ട്രോൾ? ഡെയിലി 200-300 റീൽസുകൾ കണ്ട് ട്രോളുകളിൽ ജീവിച്ചാൽ എങ്ങനെയാ നമ്മൾ ട്രോളാതിരിക്കുക മനുഷ്യന്മാരെ? ഇപ്പൊ ഒരു 18ാം വയസ്സിലെ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ഒരു പയ്യൻ ആഖിറത്തിലെത്തിയാൽ ഇപ്പൊ എന്താ വായിക്കുക? 18ാം വയസ്സിലാണ് മരിച്ചത്. അതല്ല എനിക്കറിയാം, ഞാനല്ലേ എന്റെ റൂഹ് പിടിക്കാൻ മലക്കനെ അയച്ചത്. ചെയ്ത കാര്യങ്ങൾ വായിക്കട ഇടുന്ന് 15ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്. യെസ്, വായിക്കേ. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ. പറഞ്ഞോളി. 4,08,236 വീഡിയോസ് യൂട്യൂബ്, ഇൻസ്റ്റ, റീൽസ് വഴി കണ്ടു എന്നല്ലാണ്ട് പിള്ളേർ ഇപ്പം എന്താ വായിക്കാനുണ്ടാവുക? ലാസ്റ്റ് സീൻ തൊടെ 2:30, 3:30 വരെ ഇങ്ങനെ കാലം തീർത്തിട്ട് ഇങ്ങനെ ബൂട്ട് കെട്ടുന്നതും അഴിക്കുന്നതും ഓരോ ഭാഷകളിലുള്ള ട്രോളും, ഇതൊക്കെ എന്തിനാ എൻ്റെ പൊന്നുമക്കളെ? ഈ ഉറൂസ് സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാ, ഇവിടെ ഒരു വലിയ കിടക്കുന്നുണ്ട്. ഈ വലിയൻ്റെ ഒരു മദത് പ്രതീക്ഷിച്ചിട്ടാണ് കാസർഗോഡ് ഏരിയയിലുള്ള ഉറൂസുകളുടെ ഒരു പ്രത്യേകത തന്നെ. ദുബായിലും ഖത്തറിലും അബുദാബിയിലൊക്കെ ഉള്ള പരിചയക്കാർ മിക്കപ്പോഴും ഉറൂസ് പരിപാടികളിൽ സജീവമായിട്ട് കാണാം. എപ്പം വന്നു? ഉറൂസിന് വന്നു, ഉറൂസിനായിട്ട് വന്നു. യെസ്, അതൊരു ബർക്കത്ത ഉസ്താദേ.
കണ്ടോ, ഞാനിങ്ങോട്ടേക്ക് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ എത്ര ചെറിയ ചെക്കന്മാരാ വോളണ്ടിയേഴ്സ് ആയിട്ട് സജീവമായിട്ട്. അവരൊക്കെ ഈ വലിയനോടുള്ള ഇഷ്ടവും ഉപ്പമാരും ഉമ്മമാരും പഠിപ്പിച്ച ഒരു ഈമാനിക ബോധത്തിലും അല്ലേ. ഈ ഇഷ്ട ആത്മാർത്ഥത്തോടെയാണെങ്കിൽ ഈ സമയം കളയുന്ന ഇത്തരം ഈ റീൽസുകളിൽ നിന്നൊക്കെ ഒന്ന് മാറുക. അൽഗോരിതമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. എന്താണോ നമ്മൾ ഓരോ ആപ്പ് വഴിയും വീഡിയോസ് കാണുന്നത്, അത് റിലേറ്റഡ് ആയ വീഡിയോസ് തന്നെയാണ് പിന്നെയും പിന്നെയും അതിൽ വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മൾ നല്ലവരായി മാറുക. കുറേ കളിയാക്കലുകൾ കാണുമ്പോൾ നമ്മളും കളിയാക്കുന്നവരായി മാറും. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 5 എന്തഞ്ച്? ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗങ്ങളിലെ 5ാമത്തെ വിഭാഗം തെറ്റുകുറ്റങ്ങളെ നിസ്സാരമാക്കുന്നവർ. അങ്ങനെ നോക്കിയപ്പോ നടക്കുമെന്ന് കല്യാണെല്ലാം എന്ത് ഉസ്താദ് ക്യാമ്പസ് അല്ലേ, ഹരാരയിലെ സിംബാവ ജോഹന്നസ്ബർഗിലായിട്ട് ജീവിച്ചിട്ട് ഇത് ക്യാമ്പസ് അല്ലേ. കണ്ടോ, തെറ്റ് ചെയ്യ മാത്രമല്ല തെറ്റിനെ നിസ്സാരാക്കുക. അല്ലാ, അടുത്തത് കൂടി ചേർത്ത് വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. 6 തെറ്റ് പരസ്യമാക്കുന്നവർ. ചെയ്ത തെറ്റ് ഒരു ഹറാം, എന്നിട്ട് അത് സ്റ്റാറ്റസ് വെക്കുക. എന്ത് ധിക്കാരാണോ ചെയ്യണത്? അള്ളാഹിനോട് കളിക്കുന്നതിനൊരു പരിധി വേണം കേട്ടോ മക്കളെ. ഹറാം ഏതായാലും ചെയ്തു, എന്നിട്ട് അത് സ്റ്റാറ്റസോ. കുടുംബത്തിലാണും പെണ്ണും ഇടകലർന്നിട്ട് സർവ്വ ഫോട്ടോസും എടുത്തു, ഹറാം. അന്യ സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നിട്ടുള്ള വീഡിയോസ്, ഹറാം. നീ കെട്ടാനിരിക്കുന്ന പെണ്ണ് എൻഗേജ്മെന്റിന്റെ അന്ന് നീയും ഓളും കൂടി ഫോട്ടോ എടുത്തു, എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കും വിധത്തിൽ ഏതെങ്കിലും ബുഗാട്ടിയിലോ മറ്റോ കയറിയിട്ട് നീ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന വീഡിയോ. ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട് മോനെ, ഒരു പരിധിയുണ്ട് ധിക്കാരത്തിന്. ഇൽഹാറുൽ മഅസിയ, തെറ്റിനെ പരസ്യമാക്കുക. വഹുവ അബ്അദു അനിൽ മഗ്ഫിറ, ആ തെറ്റ് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നുണ്ട്. നീ തെറ്റ് ചെയ്യും ചെയ്യ, അതിനെ ന്യായീകരിക്കും ചെയ്യ. 1. 5ാമത്തെ പറഞ്ഞത് 6, നീ തെറ്റ് ചെയ്യ, അത് വീഡിയോ എടുക്കുക. 2, അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. 3, കുറച്ച് ഓവറായി പോയിട്ടോ. ബൈലാവിമാമ പറയുന്നുണ്ട്, മരിക്കണ സമയത്ത് കഴുത്തിൽ നിന്ന് ഈമാനിന്റെ മാല ഊരിയിട്ട് കുഫറിന്റെ മാല ധരിപ്പിക്കുമോ എന്ന പേടി വേണം. എന്താണ് ഈ കല്യാണത്തിലൊക്കെ നമ്മൾ നടത്തിക്കൂട്ടുന്നത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് പറയാ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ശരീരം പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. വിരലിന് ഇവിടെ ഒരു മുറിവോ പഴുപ്പോ വന്നാല് ശരീരം മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പനി ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ശരീരത്തിന്റെ സ്നേഹം അല്ലേ? ഗസയിലും റഫയിലുള്ള മുഅ്മിനീങ്ങൾ ഒരു നേരത്തെ അന്നവും ആഹാരവും കിട്ടാൻ കഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ ചോക്ലേറ്റിന്റെ പർവ്വതവും കൂമ്പാരവും വീഡിയോസ് എടുത്ത് വിടുന്നതിന്റെ കാര്യം എന്താ? ഇവിടെയുള്ള ഈ ചോക്ലേറ്റ് മൊത്തം തിന്നാനൊന്നുമല്ല, പിന്നെ അതിങ്ങനെ ഒരു വീഡിയോ എടുത്ത് റീലാക്കണം, ദെൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് 5 തിജ്ജും 8 ലൈക്കും 6 തീയും കിട്ടണം. വേറൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇത് നമ്മളൊക്കെ മാറ്റണം. ചെയ്ത തെറ്റിനെ പരസ്യപ്പെടുത്തുന്നവൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടും. 6. 7, തെറ്റ് സ്ഥിരമായി ചെയ്യുന്ന മനുഷ്യന്മാര്. ഈ ലവ് അഫെയറിലുള്ള മനുഷ്യന്മാർക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ, എപ്പം തെറ്റന്നല്ലേ. എപ്പോ രാത്രി ഹറാമായ വീഡിയോസ്. അയാൾക്ക് എങ്ങനെയാ ഹൗലുൽ കൗസർ കിട്ടുക? അവരെ തഗാബി എന്നാ പറയാ. അവര് വേഗം മുനാഫിഖായി പോവും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇവരൊക്കെ തൗബ ചെയ്ത് നന്നായാലോ എന്നൊരു ചർച്ചയുണ്ട് കിതാബിൽ. ഈ പറഞ്ഞ വിശദീകരണങ്ങൾ മുഴുവനും അബുൽ ഖാസിം റസാഖ് റഹ്മത്തുള്ളാഹിയുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിലുണ്ട്. മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കിതാബ് ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്നത്.
ഈ തെറ്റ് ചെയ്ത മനുഷ്യന്മാരൊക്കെ തൗബ ചെയ്ത് നന്നായാലോ, എന്നാൽ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുമോ? ആ, ആട്ടി ഓടിക്കും. തൗബ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ തിരിച്ചു വിളിച്ചിട്ട് ഹൗലുൽ കൗസർ കൊടുക്കും. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. റജബ് തൗബ ചെയ്യാനുള്ള മാസമാണ്. ബയ്യിൽ സ്വഹീഫതക സൗദാഅ ഫീ റജബിൻ ബിസ്വാലിഹിൽ അമലിൽ മുൻജീബിൽ ലഹബി. കറുത്തുപോയ ഏടുകളെ, തെറ്റുകളാൽ കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കാനുള്ള മാസമാണ് റജബ്. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തേരുമാറാവട്ടെ. എട്ടാമത്തെ വിഭാഗം, ഹൗലുൽ കൗസറിനെ കളവാക്കിയവരെയും ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കും. അങ്ങനെ ഒരു ബിദ്അത്തുകാരുണ്ടായിരുന്നു, ഒരു വിഭാഗം. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വിഭാഗം. ഹൗലുൽ കൗസറ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ വിഭാഗവും മുൻകാലത്തുണ്ടായിരുന്നു. അത്തരം വിഭാഗം ഇനിയുള്ള കാലത്തും വന്നുണ്ടായിയൊന്നുമില്ല. അങ്ങനെയൊക്കെ വെള്ളം ഉണ്ടാവും. അങ്ങനെ സയൻസ് വെച്ചിട്ടും അത് അളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് ഇപ്പോ. അങ്ങനെ കളിയാക്കുന്നവർക്കും ഹൗലുൽ കൗസർ ഇല്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹൗലുൽ കൗസറിനെ നബിയെ നമ്മൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അൽ കൗസർ എന്നുള്ളതിന് 20 വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. ഒന്ന് പറയാനുള്ള ശ്രമത്തിലാണ് മൗലാർ ഉള്ളത്. ഇപ്പോ നോക്കാം പൂർത്തിയാവോ. അൽ കൗസർ, ഹൗലുൽ കൗസർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ നന്മ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും വുളു ഉണ്ടാവണം. വുളു നന്നായിട്ട് എടുക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ച് വുളു എടുക്കണം. 3 സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് ഹൗലുൽ കൗസറിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കും. അതെങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വമൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്തിനെ അവഗണിച്ച് ജീവിച്ചവർ, മലക്കുകൾ അവരെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹൗലുൽ കൗസറിന് രണ്ടാമത്തെ അർത്ഥം, അൽ കൗസറിന്റെ രണ്ടാമത്തെ അർത്ഥത്തിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇന്നാ അഅ്തൈനാക, നബിയെ തങ്ങൾക്ക് നമ്മൾ നൽകി അൽ കൗസർ. രണ്ടാമത്തെ അർത്ഥം അഹ്ലു ബൈത്തിനെ തങ്ങൾക്ക് നൽകി നബിയെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഈ അർത്ഥം പറയുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പഠിക്കണം. എന്താ പശ്ചാത്തലം? ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന മക്കത്തെ ഒരു ശത്രു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. എന്താ കളിയാക്കിയത്? ആൺമക്കളൊക്കെ മരിച്ചുപോയല്ലോ, വാലറ്റവനാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സന്താനം നിങ്ങളെ ഓർമ്മിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ആസ് ബിൻ വാഇൽ. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങണത്. എന്തിനാ നബി അവരെല്ലാം ഓരോന്ന് പറയുമ്പോൾ തങ്ങൾ വിഷമിക്കണത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ സന്താന പരമ്പരനെ ഞാൻ തരുമെന്ന്. ആസ് ബിൻ വാഇലിന്റെ പേരെന്നെ ഇപ്പൊ ആരോ പറഞ്ഞാ മനസ്സിലാവണത്. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നോ, അയാൾക്കൊരു ശേഷിപ്പിടെ ബാക്കിയായിട്ടോ ആർക്കും അറിയുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് ഈ ഭൂമിയിൽ നിറച്ചുണ്ട്. ഏത് നാട്ടിൽ പോയാലാ തങ്ങന്മാരില്ലാത്തത്? ബുഖാരി സാദാത്തുക്കൾ, ജിഫ്രി സാദാത്തുക്കൾ, പിന്നെ എത്ര എത്ര കബീലകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എത്ര ഉണ്ട്, എത്ര സാദാത്തുക്കൾ ഉണ്ട്. ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നത് എത്ര പേര് കർബലയിൽ കൊല്ലപ്പെട്ടു, എത്ര പേര് പല യുദ്ധത്തിലും കൊല്ലപ്പെട്ടു. എന്നിട്ട് ഈ ലോകം മുഴുവനും ഓരോ നാട്ടിലും എത്ര തങ്ങന്മാരുണ്ട് നബിയെ? നിറഞ്ഞു നിൽക്കുന്നതല്ലേ ഈ ലോകത്ത്, അല്ലേ? അതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസറിന്റെ രണ്ടാമത്തെ അർത്ഥം.
അതിന് അഹ്ലുബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. തങ്ങന്മാരെ ആലിമീങ്ങളായാൽ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അതുമാത്രം പോരാ, തങ്ങന്മാരെ ആലിമീങ്ങളാവട്ടെ സാധാരണക്കാരാവട്ടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബ്ലഡ് ശരീരത്തിലുള്ളവരാണ്, അഹ്ലുബൈത്താണ്, അവരെ ബഹുമാനിക്കണം. അഹ്ലുബൈത്തിനെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഈമാനില്ലാതെ മരിച്ചു പോവാനുള്ള കാരണമായിട്ട് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ കാണാം. സാദാത്തുക്കളെ ബഹുമാനിക്കണം. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും തങ്ങന്മാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ദഅവത്ത് നടത്തി ഇസ്ലാം നമുക്ക് എത്തിച്ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റിസ്ക് എടുത്ത് അധ്വാനിച്ച് നമുക്ക് ദീൻ തന്നിട്ട് ആകെ നമ്മളെടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, അത് മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി. എത്ര തവണ നബി തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് ശത്രുക്കള് ദഅവത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടത്തുമ്പോ അള്ളാഹിനെ ചോദിച്ചില്ലേ, അല്ലൊക്കെ ബാഹിയൻ നഫ്സക്ക്, എന്തിനാ നബി ഇങ്ങനെ റിസ്ക് എടുക്കണത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ അധ്വാനിക്കാന്, അത്രക്കും മെനക്കെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് രാത്രി ഉറക്കം കഴിഞ്ഞ് നമുക്ക് വേണ്ടി ദ്വാരം തന്ന്, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആകെ പറയണത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നിങ്ങൾ എനിക്ക് ആകെ തിരിച്ചു തരേണ്ടത് എൻ്റെ തങ്ങന്മാരായ മക്കൾ നിങ്ങൾ ബഹുമാനിച്ചെന്നാ മതി, ഒന്ന് സ്നേഹിച്ചാ മതി. അവിടെ നമ്മള് ഗ്രൂപ്പ് നോക്കല. ബദറുസ് സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും എല്ലാ സാദാത്തുക്കളും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സാദാത്തുക്കളാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടി പോവാലോ, പേരക്കുട്ടികളല്ലേ. ആ ബഹുമാനം നമ്മൾ കാണിക്കണം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ബഹ്ജത്തുൻ നുഫൂസ് വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ സൂഫിയാക്കളുടെ സ്വഭാവമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ പറയാ, ഇദാ അഖല്ല അഹദുക്കും ബിവാജിബി ഹഖ്ഖി ശരീഫി, ഏതെങ്കിലും ഒരു സയ്യിദിനെ നമ്മൾ നിന്ദിച്ചാൽ, അവരോട് നിർവഹിക്കേണ്ട കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയാൽ, നീ കരഞ്ഞുകൊണ്ട് ആ തങ്ങളെ കൊണ്ട് നീ പൊരുത്തപ്പെടിക്കണം മോനെ. അതില് നീ ഇതാ ഒരു നാണക്കേട് കാണിക്കരുത്. അഥവാ ആ തങ്ങളോട് നീ ഒരുപാട് താണക്കേട് പറഞ്ഞിട്ടും ആ തങ്ങൾ പൊരുത്തപ്പെട്ട് തരുന്നില്ല എന്ന് വിചാരിക്കുക. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലാക്കിയിട്ട് മുത്തുനബിയെ ഒരു പേരക്കുട്ടിനെ ഇങ്ങനെ ചെയ്തു പോയി, പൊരുത്തപ്പെട്ടേർന്നേന്ന് പൊട്ടി പൊട്ടി നീ കരയണം. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെല്ലണം. അത് പൊരുത്തപ്പെടിക്കാണ്ടൊന്നും നീ മരിച്ചക്കല്ല മോനെ. തങ്ങന്മാരെ ബഹുമാനിക്കാതിരുന്നാൽ, അവരെ വേദനിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. തങ്ങൾക്ക് ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന സന്താന പരമ്പരയെ നമ്മൾ തന്നില്ല നബിയേ. രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം, നബിയെ തങ്ങളുടെ ഉമ്മത്തിൽ എത്ര ആലിമീങ്ങളെയാണ് തന്നത് നബിയെ. ഈ ഉമ്മത്തിൽ ഉള്ള അത്രയും ആലിമീങ്ങൾ ലോകത്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലുണ്ടോ? എത്രയാ പണ്ഡിതന്മാര്. ഓരോ കൊല്ലവും ഓരോ കോളേജിൽ നിന്ന് എത്ര മതബിരുദധാരികളാ പഠിച്ച് പുറത്തിറങ്ങണത്. സുബ്ഹാനല്ലാഹ്, എത്ര ആലിമീങ്ങള്. അത് റസൂലുള്ളാഹിന്റെ ഒരു പവറല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ദീനീ പ്രചരണത്തിന് വേണ്ടി വന്നവരാണ്. അതുപോലെ ആലിമീങ്ങൾ രാപ്പകൽ ഭേദമന്യേ കിതാബുകൾ എഴുതിയും ക്ലാസ് എടുത്തും ദർസ് നടത്തിയും
പ്രഭാഷണങ്ങൾ നടത്തിയും വയലു പറഞ്ഞും ദീനിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് എന്നെ അഭിമാനമല്ലേ? തങ്ങളെ എത്ര ആലിമീങ്ങളെയാണ് തന്നത്. കണ്ടോ, ആകാശലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് പ്രത്യേകം കാണുന്നത് പോലെ ആകാശലോകത്തുള്ള മലക്കുകൾ താഴേക്ക് നോക്കുമ്പോൾ ഇൽമിന്റെ അഹ്ലുകാരുടെ ആലിമീങ്ങളുടെ മുത്തഅല്ലിമീങ്ങളുടെ വീടുകൾ തിളങ്ങി തിളങ്ങി കാണുന്ന. വലഖദ് സയ്യന്ന സമാഅ ദുനിയ ബിമസാബീഹ്, ഒന്നാം ആകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചതുപോലെ ഭൂമിയെ അള്ളാഹു പ്രകാശിപ്പിച്ചത് തന്നെ ആലിമീങ്ങളെ കൊണ്ടാണ്. നക്ഷത്രം വഴികാട്ടിയാണ്, ആലിമീങ്ങൾ വഴികാട്ടികളാണ്. അമ്പിയാക്കൾ ചെയ്ത വർക്കാണ് ആലിമീങ്ങൾ ചെയ്യണത്. ആലിമീങ്ങൾ ആരായാലും അവരെ നമ്മൾ ബഹുമാനിക്കണം. ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, അവരെ പരിഹസിക്കുന്നത് ഈമാനില്ലാതെ മരിച്ചു പോവാനുള്ള കാരണമാണ്. കാരണം ലുഹൂമുൽ ഉലമാഇ മസ്മൂമാ, ആലിമീങ്ങളെ മാംസം വിഷാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഒരു തേള് കടിച്ചു. ആ തേളിനെ കടിച്ച സമയത്ത് അതിനെ ഒന്ന് ചൊട്ടി. ആ തേള് താഴെ വീണപ്പോ ചത്തിട്ടുണ്ട്. അതിന്റെ കാരണം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ കടിച്ചപ്പോൾ, ആലിമിന്റെ ബ്ലഡ് കുടിച്ചപ്പോൾ വിഷാണ് കുടിച്ചത്. തേളങ്ങ് ചത്തുപോയി. നമ്മൾ ആലിമീങ്ങളെ ഗീബത്തും നമീമത്തൊക്കെ പറയുമ്പോൾ നമ്മുടെയും ഹൃദയം മരിച്ചു പോകുന്നുണ്ട്. നമുക്ക് മനസ്സിലാവാത്തോണ്ടാ. മരിക്കണ സമയത്ത് ദിക്റെല്ലാം കഴിയില്ല. അതാണ് പ്രശ്നം. ഒരാളുടെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാനുള്ള മാനദണ്ഡം എന്താ? ഇനി പറയാൻ പോകുന്ന 3 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ടെന്ന അർത്ഥം. ഏതെങ്കിലും ഒരു ആലിമിനെ തൊട്ടതിന്റെ കാരണം കൊണ്ടാവാം. ഒന്ന്, അല്ലാ യജിദലി ത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഇല്ല. അല്ലാതെല്ലാം ഉറക്കം വരുന്നു, ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, യൂട്യൂബ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പെട്ടെന്ന് വാക്കിയ സൂറത്ത് എടുത്തപ്പോൾ ഉറക്കം വരുന്നു. മോനെ, ഹൃദയം മരിച്ചു പോയിട്ടുണ്ട്. 2, തെറ്റ് ചെയ്യാൻ പേടിയില്ല. അത് നമ്മളെ കസിനല്ലേ, അത് കസിൻ കാണുന്നതിന് എന്താ വെച്ചാൽ കസിൻ്റെ പ്രശ്നം. നമ്മ ഒന്നിച്ചെന്നല്ല അധികം ബൈക്കിൽ പോക്ക്, ആ പ്രശ്നം. ഓളൊന്നിച്ച് പഠിക്കുന്ന ഉസ്താദ്. തെറ്റ് ചെയ്യാൻ ഒരു പേടി ഒരാൾക്ക് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട്. 2. മൂന്നാമത്തത്, ആര് മരിച്ചാലും ഞാൻ മരിക്കൂന്ന് തോന്നില്ല, ഞാൻ മരിക്കുമെന്ന് തോന്നില്ല എങ്കിൽ അയാളുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിക്കണത്? ആലിമീങ്ങളെ തൊട്ട വേഗം ഖൽബ് മരിച്ചു. അതിനൊന്നും നമ്മൾ നിൽക്കണം, ഒരാളെയും തൊടരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അഭിമാനത്തോടെ അള്ളാഹ് പറഞ്ഞതാ, തങ്ങളെ ഉമ്മത്തില് എത്ര ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ തന്ന് നബിയേ. അപ്പൊ ആലിമീങ്ങളെ പവറല്ലേ അത്? ഇന്നഅതൈനാകൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, മദീനക്കാരായ അൻസ്വാറുകളെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അത് മദീനക്കാരായ അൻസ്വാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കൽ മാത്ര അല്ല. അൻസ്വാർ എന്ന് പറഞ്ഞാൽ ദീനിനെ സ്നേഹിച്ച് മുഹാജിറുകൾ ഒന്നുമില്ലാതെ മക്കത്തുനിന്ന് വരുമ്പോൾ അവർക്ക് കയ്യും നീട്ടിയിട്ട് സ്വീകരണം നൽകി ദീനിനെ നസ്ർ ചെയ്തവർ, സഹായിച്ചവർ. അതുകൊണ്ടാണ് അവർക്ക് അൻസ്വാർ എന്ന് പേര് വന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയാ, അപ്പൊ ദീനിനെ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മഹബ്ബത്ത് വക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ദീനെ സഹായിച്ച് ദീന് പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം മദ്രസ മുഅല്ലിമീങ്ങളും ഹിഫ്ളുൽ ഖുർആനിലെ ഉസ്താദും ഖതീബ് ഉസ്താദും മുഅദ്ദിൻ ഉസ്താദും ഒക്കെ അല്ലേ? അതെ, അവരല്ലേ ദീന്റെ ഏറ്റവും വലിയ സഹായിക്കുന്നവർ, അവരല്ലേ ദീനിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. കണ്ടോ? അൽ കൗസറിന്റെ 4ാമത്തെ അർത്ഥം ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ തന്നില്ലേ എന്ന്. വേറെന്താ വേണ്ടത്? അപ്പൊ ഖുർആനോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ഉമിനീര് തൊട്ടിട്ട് ഖുർആൻ മറിക്കൽ ഹറാമാ. ചിലരങ്ങനെ മറിക്കുന്നതാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യാനോ അല്ലെങ്കിൽ ഖുർആൻ മുകളിലുള്ള തട്ടിന്റെ മേലെ വെക്കാനോ പള്ളിയിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്ന ചില മനുഷ്യന്മാര് ഖുർആൻ കയ്യിലുള്ള അതേ കൈ തന്നെ ഇങ്ങനെ താഴെ കുത്തിയിട്ട് എണീക്കുന്നതാണ്. അതൊരു ബഹുമാനക്കുറവല്ലേ? പാടില്ല, പാടില്ല, പറ്റില്ല, അതൊരിക്കലും പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഖുർആനോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 ഖുർആൻ ഓതണം, 2 ഖുർആൻ പഠിക്കണം, 3 പഠിപ്പിക്കണം, 4 ബഹുമാനിക്കണം, നിന്ദിക്കരുത്. ആക്രി കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് 3-ാം ക്ലാസ്സിലെ മദ്രസയിലെ കുട്ടികളുടെ ഖുർആൻ കിട്ടുന്നത് എങ്ങനെ? ഈ ഉമ്മമാര് ശ്രദ്ധിക്കാത്തോണ്ടല്ലേ? അല്ലേ? ബിസ്മി എഴുതിയ പേപ്പർ ബഹുമാനിച്ചോണ്ടല്ലേ ഔലിയാക്കളിൽ വലിയ ദർജ ബിഷറുൽ ഹാഫി തങ്ങൾക്ക് കിട്ടിയത്? യാസീൻ എഴുതാൻ വിചാരിച്ച പേപ്പർ റൂമിലുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയാ റൂമിൽ ഉറങ്ങുക എന്ന് ചിന്തിച്ച മഹാന്മാരുടെ ചരിത്രമുണ്ട് കിതാബില്. കണ്ടോ? ഗവർണർക്ക് എഴുതിയ കത്ത് ഗവർണർ വായിച്ചതിന് ശേഷം ഖുർആന്റെ മേലെ വെച്ചതിന് ദേഷ്യം പിടിച്ചുകൊണ്ട് ആ ദേഷ്യം പിടിച്ച കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുകയും അള്ളാഹ് സ്വർഗവും കൊടുക്കുകയും ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട് കിതാബില്. ഖുർആനിനെ നല്ല ബഹുമാനിക്കണം. അദ്ദീനു അന്നസീഹയിൽ വലി കിതാബിഹി എന്നതിന്റെ ശറഹ് മുസ്ലിമും ഫതുൽ ബാരിയൊക്കെ നോക്കിയാൽ ഈ ചർച്ച വിപുലപ്പെടുത്തിയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രസംഗം അതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അടുത്ത ആയത്ത് ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇങ്ങനെയൊക്കെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നമ്മൾ നൽകിയില്ല നബിയെ, അതിന് നന്ദി എന്നോണം ഫസല്ലി ലിറബ്ബിക, തങ്ങളുടെ റബ്ബിന് വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആളെ കാണിക്കാനല്ല, വേറൊരു ചിന്തയിലും അല്ല. ഫസല്ലി ലിറബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി തങ്ങൾ നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിത്യമാക്കണേ, നിസ്കാരം നിർവഹിക്കണേ. ഇത് റസൂലുള്ളാഹിനോടാണ് ഡയറക്റ്റ് പറയണമെങ്കിലും നമ്മളോടൊക്കെ ഉള്ള കൽപ്പനയാണത്. ദും അലസ്സലവാത്തിൽ ഖംസ്, 5 വക്ത് നിസ്കാരം പതിവാക്കണം. ഖാലിസൻ ലിവജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി. കാരണം ഫഇന്നസ്സലാത ജാമിഅത്തുൽ ലിഅഖ്സാമിശ് ശുക്ർ, എല്ലാ നന്ദിയുടെയും മൂർത്തി ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിസ്കാരം. മുഅ്മിനീങ്ങളെ, നിസ്കാരം ശറഅാക്കപ്പെട്ട മാസാണ് റജബ്. ആ റജബിന്റെ 27-നെ കാത്തിരിക്കുകയാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ ഒരു വിഭാഗം മനുഷ്യന്മാരെ കാണുകയാണ്. അവര് സ്വന്തം തല പാറക്കല്ല് കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാണ്. അടിച്ചു പൊട്ടിയ ശേഷം വീണ്ടും അള്ളാഹു തല കൊടുക്കുന്നു. ആ തല അവര് തന്നെ പൊട്ടിക്കുന്നു. 1 മണിക്കൂറിൽ 1000കണക്കിന് തവണ ഈ പ്രോസസ്സ് തുടരുകയാണ്. തല കിട്ടുന്നു, പൊട്ടിക്കുന്നു, തല പൊളിയന്മാർ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻഹും യാ ജിബ്രീൽ, ഇവരാരാണ്? അതിന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ഹും അസ്ഖല റൂസുഹും അലസ്സലാ, അവർക്ക് നിസ്കാരം തല ഭാരമായതുകൊണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഉസ്താദ് സുബീക്ക് തല പൊന്തുന്നില്ല, യെസ്, ആ പൊന്താത്ത തല നീ എന്നെ പൊളിക്കേണ്ട ഒരു ഘട്ടം വരുമെന്ന് നമുക്ക് കിതാബുകൾ, പ്രമാണങ്ങൾ സംസാരിക്കുകയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാതെയാണ് മരിച്ചുപോയതെങ്കിൽ, 2 നോമ്പെടുക്കാതെ മരിച്ചുപോയി, പ്രായശ്ചിത്തത്തിന് വകുപ്പൊക്കെ ഉണ്ട്. സക്കാത്ത് കൊടുക്കാത്ത വാപ്പ മരിച്ചു, അനന്തര സ്വത്തിന് സക്കാത്ത് കൊടുക്കാനും വകുപ്പുണ്ട്. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മരിച്ചുപോയി, ഹജ്ജിനും വകുപ്പുണ്ട്, അനന്തരാവകാശികൾ. ഒരു നിസ്കാരം ഒഴിവാക്കിയിട്ട് ഒരാൾ മരിച്ചു, 1000കണക്കിന് ദിക്റോ 10000കണക്കിന് തഹ്ലീലോ ചൊല്ലിയോണ്ട് പ്രായശ്ചിത്താവോ? ഇല്ല. ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെയുള്ള ശിക്ഷ എന്താ? ഇത് ചെറിയ പ്രായത്തിലുള്ള മക്കളോടടക്കം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികള് സുബീക്ക് എണീക്കാതെ ഉറങ്ങിയാലും ഉമ്മാക്ക് ഒരു പ്രശ്നമില്ല. സ്റ്റഡി ലീവല്ലേ, 2 റക്അത്തോളം ഉറങ്ങിയതിന് അനക്ക് വിളിക്കാൻ തോന്നില്ല, എന്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. ഭയങ്കരാണല്ലോ. മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഓരോ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തലാണ് സ്നേഹം. ഒരു ഉപ്പ കുട്ടിനെ സുബീക്ക് വിളിക്കാതെ പള്ളിയിലേക്ക് പോന്നു. പെട്ടെന്ന് അതാ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് അടുക്കള ഭാഗം കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ഈ വാപ്പ എന്താ ചിന്തിക്കല്? സുബീക്ക് പള്ളിയിൽ പോവോ
എല്ലാം മക്കളെ വിളിക്കോ? തിരിച്ചു ഓടിപ്പോയിട്ട് മക്കളെ വിളിക്കും. വീട് കത്തിക്കരിഞ്ഞാലും എൻ്റെ മകന് മകൾക്കൊന്നും ആവണ്ടെന്നല്ല ചിന്തിക്കല്. ഗസാലി ഇമാം റഹിമഹുല്ലാഹി ചോദിക്കുക, നരകത്തിന്റെ ഒരു ചെറിയ പാർട്ടായ തീനെ തന്നെ നിന്റെ മക്കളിൽ ഏൽക്കരുത് എന്ന് നിനക്ക് സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടെങ്കിൽ ഇതിന്റെ +69-70 ഇരട്ടിയുള്ള തീയല്ലേ നരകം? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ നിന്നോട് ഖുർആന് നിങ്ങൾ തിരിയുന്ന ഭാഷയിൽ അൻഫുസക്കും വാഹിലിക്കും നാറാന്ന് പറഞ്ഞത്? എന്നിട്ട് എന്താ സുബീക്ക് മക്കളെ വിളിക്കാത്തത്? എല്ലാം പാടെ ഉമ്മാക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന ഉപ്പമാരുടെ കാലം ഇപ്പം കൂടിയിട്ടുണ്ട്. ദാ ഫൗസിയ എല്ലാം ഇന്നെ ഏൽപ്പിച്ചനെ, ഫീസ മറ്റായിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ജീപേ ചെയ്യാന്ന്. തീരോ ദൗത്യം? ഷെഹറാനിമാം അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട് തന്റെ ലവാഖി അൻവാറുൽ ഖുദ്സിയ ഫിൽ ഉഹൂദുൽ മുഹമ്മദിയയില്. അതൊന്നും പറ്റൂല. ഉപ്പ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഇതെന്താ കൊട്ടേഷൻ പരിപാടിയോ? നോ 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 നോ. നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. ഉപ്പമാർ കേൾക്കണം, മക്കളെ സുബഹിനെ വിളിച്ചുണർത്തണം. 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത മാതാപിതാക്കൾ ചെയ്യുന്നത് കടുത്ത ഹറാമാണ്. ഹറാമെന്ന് മാത്രമല്ല, ആ ഹറാമ് സ്ഥിരം ചെയ്യുമ്പോൾ ആ ഉപ്പ ഫാസിക്കാവും. ആ ഉപ്പ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു നിക്കാഹിന് സാക്ഷി നിന്നാൽ ആ നിക്കാഹ് ബാത്തിലാണ്. കാരണം ഫാസിക്ക് സാക്ഷി നിന്നാൽ നിക്കാഹ് സഹിയാവില്ല. അതുകൊണ്ട് നിക്കാഹിന് സാക്ഷി നിൽക്കാൻ നമ്മളോടൊക്കെ അതിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ ബുക്ക് ഉണ്ടാവില്ലേ, അത് തരുമ്പോൾ പേനക്ക് മഷിയുണ്ട് എന്ന് ചോദിച്ചിട്ട് പോയിട്ട് ഒപ്പിടണ്ട. പുറത്ത് കാപ്പി, അണ്ടിപ്പരിപ്പ്, സമൂസ, നെഡ്സൊക്കെ ഉണ്ട്, പോയി തിന്നിട്ട് ആക്റ്റീവ് എടുത്തിട്ട് വിട്ടാളി. ഇതിനൊന്നും നമ്മൾ പറ്റൂല എന്ന് സ്വന്തം സെൽഫി എടുത്ത് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. പേരക്കുട്ടികളെയും മക്കളെയൊക്കെ നിസ്കാരത്തിന് വിളിക്കാതെ ഒരു ഉപ്പ എങ്ങനെയാ ഫാസിക്ക ആദിലാവുക, നീതിമാനാവുക? ഞാൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ അറബി വായിക്കാം. മുർസബിയ ബിസ്സലാത്തി ഇദാ ബലഅ സബഅ സിനീൻ ഹദീസ്. 7 വയസ്സായാൽ കുട്ടികളെ നിസ്കാരത്തിന് കൽപ്പിക്കണം. വസ്സബിയു യശ്മിലു ദക്കറ വൽ ഉൻസ. കുട്ടികളെ കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, കുട്ടി എന്ന് പറഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ. കാലഹു ഇബ്നു ഖുസൈമ, വിശദീകരണം നൽകുന്നത് ഇബ്നു ഖുസൈമ തങ്ങൾ. വൽ അംറു ലിൽ വുജൂബ്, കൽപ്പിക്കണം എന്ന് പറയുന്ന കീർത്തന നിർബന്ധത്തിന്റെ കൽപ്പനയാണ്. വ തർക്കുൽ വാജിബി മഅസിയത്തുൻ, ആ കൽപ്പന ഒഴിവാക്കിയാൽ ഹറാമാണ്. വൽ ഇസ്റാറു അലൈഹ, അങ്ങനെ സ്ഥിരം ഹറാമ് ചെയ്യുന്നത് മുസ്ബിത്തുൽ ഫിസ്ക വ മുസ്കിത്തുൽ അദാല, അയാൾ നീതിമാന് എന്ന പോസ്റ്റ് എന്ന് മാറി ഫാസിഖ് എന്ന പോസ്റ്റിലേക്ക് എത്തും. വലാ തൻഅഖിദു അന്നികാഹു ബിശഹാദതിഹിം, അവർ സാക്ഷി നിന്നാൽ അപ്പള്ളിയിലോ മറ്റോ നടക്കുന്ന നിക്കാഹ് സാക്ഷി അവർ നിന്നത് കൊണ്ട് നിക്കാഹ് സ്വഹിയാവൂല. ആ പാവങ്ങളുടെ നിക്കാഹ് എന്തിനാ ബാത്തിലാക്കണത്? വലൗകാനു അൽഫൻ, 1000 ആള് സാക്ഷി എന്നൊന്ന് വിചാരിച്ചോ, 1000 ആളും മക്കളെയും പേരക്കുട്ടികളെയും നിസ്കാരത്തിന് വിളിക്കാത്തവരാണെങ്കിൽ ആ നിക്കാഹ് ബാത്തിലാ. പറയുന്നത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ റളിയല്ലാഹു അൻഹു, കേരളത്തിന്റെ മണ്ണിലെ അധിപൻ, പൊന്നാനിയിലെ ഷെയ്ഖ്, എഴുതുന്നത് ശർഹ് മുഖ്തസരി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ. സംശയം ഉണ്ടെങ്കിൽ നോക്കിയോളി. നിസ്കാരം കൽപ്പിക്കണം. നിസ്കാരമില്ലാത്ത വീടിനെന്ത് ബർക്കത്ത് ഉണ്ടായില്ലേ? എന്ത് ബർക്കത്താ ഉണ്ടാവുക? യഥാർത്ഥത്തിൽ ഈ സൂറത്ത് പൂർത്തിയാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ചിത്രത്തിലേക്ക് ഞാൻ ലാസ്റ്റ് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണം പൂർത്തിയാവട്ടെ. നിസ്കാരം കൃത്യം നിർവഹിക്കണം. കറക്റ്റ് നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു 9 ആദരവുകൾ നൽകും. 9 ആദരവുകൾ. 1, യുഹിബ്ബുഹുല്ലാഹ്, അയാളെ അല്ലാഹു വല്ലാണ്ട് ഇഷ്ടപ്പെടും. 2, വയകൂനു ബദനുഹു സ്വഹീഹൻ, അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. 3, വതഹ്റുസുൽ മലായിക, മലക്കളുടെ കാവല് കിട്ടും. 4, വതൻസിലുൽ ബർക്കത്തു ഫീ ദാരിഹി, അയാളുടെ വീട്ടിൽ വല്ലാത്ത ബർക്കത്തായിരിക്കും. 5, വയൽഹറു അലാ വജിഹിഹി സിയമസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വെളിച്ചവും അടയാളവും അയാളുടെ മുഖത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 6, വയുലയ്യിനുല്ലാഹു ഖൽബഹു, അയാളുടെ ഖൽബ് സോഫ്റ്റ് ആയിരിക്കും. ആര് ഉപദേശിച്ചാലും അയാള് വഅൽ സ്വീകരിക്കും. അയാൾ പോയി പണി നോക്കും. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും, മൂത്താപ്പ അധികം ചിലക്കണ്ട, ഞാനൊരു പെണ്ണിനെ കണ്ടിന് കെട്ടിയിരിക്കും, അങ്ങനെയൊന്നും പറയൂല. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾ വലിയവരൊക്കെ ഉപദേശം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ പറയും എന്നതാണ് വയുലയ്യിനുല്ലാഹു ഖൽബഹു എന്നുള്ളതിൻ്റെ അർത്ഥമെന്ന് ഇതിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിലുണ്ട്. 7, വയമുറു അല സിറാത്തി കൽബർക്കിൽ ലാമിയ, മിന്നൽ പിണർ വേഗത്തിൽ സിറാത്ത് വാലം കടന്നുപോകും സ്പീഡിൽ. 8, വയുൻജിഹില്ല
ലഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം അയാൾക്ക് കിട്ടും. 9 വയൻസുലുല്ലാഹു ഫീ ജിവാരിഹിൽ ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കളുടെ കൂടെ സ്വർഗത്തിലെത്തും. ഈ 9 ആദരവ് കിട്ടും നിസ്കാരം കറക്റ്റ് നിർവഹിക്കുന്നവർക്ക്. ബാങ്ക് കൊടുത്തവേ നിസ്കരിക്കാലോ. ചിലയാള് വാട്സപ്പിൽ വോയിസ് അല്ലായിരിക്കും, ഞാൻ നേരത്തെ നീ വിളിച്ചപ്പം നിസ്കരിച്ചിട്ടില്ലായിരുന്നു, അതാണ് എടുക്കാതിരുന്നത്. ഇപ്പം നിസ്കരിച്ചിട്ടില്ല ഞാൻ, പിന്നെ ഇപ്പം അധികം സംസാരിക്കും. ഇപ്പം എന്തിനാ പിന്നെ ഫോണിൽ നിസ്കരിച്ചൂടെ? എന്നാലും നിസ്കരിക്കൂല. നമ്മൾ ഏറ്റവും ലേറ്റായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം ഇശാ ആണ്. നിസ്കരിക്കണം. നിസ്കരിക്കാലോ. നീ ഉമ്മന്തി ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ ചില കുട്ടികൾ ഭയങ്കര ന്യായീകരണമാണ് ഉമ്മാനോട്. എന്താണ് നീ ഉറൂസിനെല്ലാം ഭയങ്കര സജീവമായിട്ട് ഭയങ്കര വളണ്ടിയറൊക്കെ ആയിട്ട് എന്നിട്ട് ഇന്ന് സുബി കലാക്കിയില്ലേ? അപ്പൊ ഉമ്മാനോട് സുബി കലാക്കാനാ? ഇല്ലില്ല, കലാക്കിയിട്ടാണ്. നീ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒന്നോടുക്കാൻ ബാത്റൂമിലേക്ക് കയറുമ്പോ നീ ഉപ്പാനോട് പറഞ്ഞില്ലേ, ഉപ്പ കയറില്ലേ ഞാൻ ഒന്നോടുക്കട്ടെ? ഉമ്മ ഇപ്പുറത്തുനിന്ന് കേട്ടിനേട്ടാ. അതുകൊണ്ട് ഉപ്പ പള്ളിയിൽ നിന്ന് സുബി ബാങ്ക് കേട്ടപ്പോ ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് 10 മിനിറ്റ് നടന്നിട്ട് പോയി. അവിടുന്ന് പള്ളിയിൽ സുബിയും ജമാഅത്തും കഴിഞ്ഞ് എന്നിട്ട് ഉസ്താദിന്റെ കാമണിക്കൂറത്തെ ക്ലാസ്സും കഴിഞ്ഞ് കാമണിക്കൂറത്തെ ഖുർആൻ ഉസ്താദിന് ഉപ്പാന്റെ അത് അറിയാല. എന്നിട്ട് ഇവിടത്തേക്ക് 10 മിനിറ്റ് കൊണ്ട് വന്ന് എന്നിട്ട് ഇവിടുന്ന് ഉപ്പാന്റെ ഔറാദുകൾ ദലാൽ ഖൈറാത്ത് വെറുതെ ലത്തീഫും കഴിഞ്ഞ് പത്രം വന്ന് പത്രം വായിച്ച് ചായ കുടിച്ച് എന്നിട്ട് ഉപ്പ ബാത്റൂമിലേക്ക് പോകാനിരിക്കുമ്പോ അല്ലേ നീ പോയിട്ട് ഒള്ളൊടുക്കാനും നിസ്കരിക്കാനും ഒക്കെ കാത്തുന്നത്? അതുകൊണ്ട് പിന്നെ ഇന്റെ നിസ്കാരം കല്ലാണ്ടെക്കുവോ? ഇവന്റെ തീ പറഞ്ഞ മറുപടി വരുന്നു. എന്താ പറയാ, 6:39 കല്ലാല്, ഞാൻ 6:37 നിസ്കരിച്ചിന്. എന്റെ മോനെ, ഇയാൾ എടുത്ത കാലിയാക്കണം. ഏതാ മസല? ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ തർക്കം. കണ്ടങ്ങള് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കിന്നാര വർത്താനൊന്നും പറയരുത്, ഹറാമാന്ന് പറഞ്ഞാൽ ശബ്ദം ഔറത്തല്ലല്ലോ. ഇൻസ്റ്റാ ടീമിന്റെ മസലയാണ് ഇപ്പൊ, ശബ്ദം ഔറത്തല്ലല്ലോ. നമ്മളെ നാട്ടിലൊക്കെ സാധാരണക്കാരുടെ പള്ളി ദർസ് സജീവമായാൽ ഈ രോഗത്തിലേക്കും നമ്മൾ പോവില്ല. ഒരാള് പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചെന്ന് കരുതുക, എത്ര മണിക്ക്? 3:58. അസർ ബാങ്ക് എത്ര മണിക്കാ? 4 മണിക്ക്. അവൻ നിസ്കരിച്ച് ലാസ്റ്റത്തെ റക്അത്ത് റുക്കുവിലേക്ക് പോകുമ്പോ അസർ ബാങ്ക് കൊടുത്തു. അപ്പൊ പള്ളിയിലെ ഖത്തീബ് ഉസ്താദോ മറ്റോ പറഞ്ഞ്, എല്ലാ മോനെ എന്താടാ 4 മണിക്ക് നീ ഇപ്പൊ എന്താ നിസ്കരിച്ചത്? ളുഹർ കലായില്ലേ? കലായിട്ടൊന്നുമില്ല. കലായിട്ടാണ് നീ എന്നോടാ ഇപ്പൊ പറയണത്? പിന്നെ ഹറാമിന്റെ കുറ്റം കിട്ടൂലടാ. എന്താ ഹറാം ഉസ്താദേ? ഞാൻ 1, 2, 3 റക്അത്തുകളൊക്കെ സമയത്തിലാണല്ലോ. ഒരു റക്അത്ത് സമയത്തിലായാൽ ബാക്കി റക്അത്ത് അപ്പുറത്തായാലും കലാവൂലെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്? സമയം അത്രയും പിന്തിച്ചതിന്റെ ഹറാമിന്റെ കുറ്റം ഉണ്ടോന്നല്ല, ഉണ്ട് എന്നുള്ള ആൾക്കാർ ഇവൻ ഉസ്താദിനോട് തർക്കിക്കുക. അപ്പൊ ഇവനിക്ക് പറ്റിയൊരു സുഹൃത്തായ ഒരു ഉസ്താദ് ഉണ്ട്, പകുതി പഠിച്ചിട്ട് ഇവന്റെ ഒന്നിച്ചുള്ള ഓർക്ക് വോയിസ് അയച്ചു. ഞാൻ 3:58 ഇതാക്കിയത്, 4:01 അസ്ർ ബാങ്ക്. 4 റക്അത്ത് കഴിയാറാവുമ്പോഴാണ് അസ്ർ ബാങ്ക് കൊടുത്ത് നിസ്കാരം കലാവോ. ആ ഉസ്താദ് മൗലാർ പകുതിയാണ് പഠിച്ചെങ്കിലും എന്തോ തിരക്കിലോ ഡ്രൈവിങ്ങിലോ ആയതുകൊണ്ട് നോ എന്നാറ്റിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിന് 5 തീയോ 8 പൂവും കൊടുക്കും. ഇതാടാ ഉസ്താദ്. നമുക്ക് അനുകൂലമായിട്ട് ആര് പറയുന്നോ അതിന് ഇഷ്ടപ്പെടുന്ന ഒരു കാലം. മക്കളെ, അവ്വല് വഖ്തിൽ നിസ്കരിക്കണം, അവ്വല് വഖ്തിൽ നിസ്കരിക്കണം. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. വൻഹർ എന്ന് പറഞ്ഞാൽ അറവ് മൃഗത്തിന് അറവ് നടത്തിയിട്ട് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യണം. നിസ്കരിച്ചുകൊണ്ടും അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം, സ്വതക്ക ചെയ്തിട്ടും അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഈ ആയത്തിന് വേറൊരു തഫ്സീറുണ്ട്. പെരുന്നാൾ നിസ്കരിച്ചിട്ട് വൻഹർ, ഉളുഹിയത്ത് അറക്കണം എന്നുണ്ട്. ഉളുഹിയത്ത് എന്ന നന്മ ഒരാളുടെ നന്മന്റെ തട്ടിൽ വീണാൽ മീസാനിൽ വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, അയാൾ ഉറപ്പായിട്ട് രക്ഷപ്പെടുന്ന. ബലിപെരുന്നാളൊക്കെ വരികയാണ്, ഉളുഹിയത്ത് അറക്കാൻ നല്ല ആവേശം കാണിക്കണം. ചിലര് പറയും ഞാൻ 2 കൊല്ലം മുമ്പ് അറുത്തിട്ടുണ്ട്. കഴിവുള്ള എല്ലാ കൊല്ലവും മുഅക്കദായ സുന്നത്തന്നല്ലേ. ആ മൃഗം നമുക്ക് ആഖിറത്തിൽ എല്ലാവരും വണ്ടിയില്ലാതെ വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുമ്പോ മഹ്ശറിൽ ആ മൃഗം വന്നിട്ട് സൂപ്പർ വണ്ടിയായിട്ട് സിറാത്ത് പാലത്തിൽ വേഗത്തിൽ കിടക്കാനും സ്വർഗത്തിലെത്താനും കാരണമാവുന്നല്ലേ.
ഉളഹിയത്ത് അറക്കണം. അതാണ് ആ ആയത്തിന്റെ ഒരർത്ഥം. വൻഹർ. ഈ ആയത്തിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇന്ന ശാനിയക മൻ അബ്ഗലക. നബിയെ, തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചവർ ഹുവൽ അബ്തർ, അവനാണ് വാലറ്റവൻ, അവനാണ് അടയാളം ഇല്ലാത്തവൻ. ആ ആസുവിന് വായിലില്ലേ, അയാളല്ലേ തങ്ങളെ മക്കളില്ലാത്തവൻ എന്നിട്ട് വാലറ്റവൻ എന്നിട്ട് കളിയാക്കിയ. അയാൾക്ക് ഒരാളും ഉണ്ടാവില്ല. അയാൾ ഓർമ്മിക്കാൻ ചരിത്രത്തിൽ ഒരു മനുഷ്യനുണ്ടാവില്ല. തങ്ങളെ ഓർമ്മിക്കാൻ എത്ര എത്ര മജ്ലിസുകൾ. ബാങ്കിൽ തങ്ങളെ പേര്, ഏത് പള്ളിയിലാ തങ്ങളെ പേരില്ലാത്തത്? ഓരോ സെക്കൻഡിലും അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലേ? തങ്ങളെ ഓർമ്മിക്കാൻ ആലിമീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്, അഹ്ലു ബൈത്തുണ്ട്. തങ്ങളെ മദ്ഹ് പറയുന്ന സുന്നികൾ. വറഫഅനാ ലക ദിക്റക്. തങ്ങളുടെ മജ്ലിസ് എത്ര 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 ഉണ്ട്. കാലം കഴിയുന്തോറും അസുന്നികളായ ആൾക്കാർ മൗലിദിനെതിരെ ക്ലിപ്പിറക്കിയും ലഘുലേഖ ഇറക്കിയിട്ടും ആൾക്കാർ എത്ര ഉണ്ടെങ്കിലും കാസർഗോഡ് ജില്ല മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ, ഡെക്കറേഷൻ ബൾബ് കുറേ ചെയ്യുന്നു, കൂടുകയെ ചെയ്യുന്നു. മൗലിദിന് ചൽമി കൂടുന്നു. കണ്ട ചങ്ങായിയിൽ ഏത് ആവേശത്തിലാ പറയണ നോക്കി, കൂടുന്നാ പറയുന്നത്. അതാരെ എതിർത്താലും നിൽക്കാൻ പോണെന്നില്ല. കാരണം അതിനെ ഏറ്റെടുത്തത് അള്ളയാണ്. തങ്ങളുടെ മദ്ഹ് കാലാകാലം നിലനിർത്താൻ നമ്മൾ ഏറ്റെടുത്തു നബിയേ. അസ്സലാത്തു അലൻ നബി ഉറപ്പല്ലേ? ഓരോ മജ്ലിസിലും നമ്മൾ അതല്ലേ ചൊല്ലണത്. യാ റബ്ബി സ്വല്ലി അലൻ നബി ഉലിദൽ ഹബീബു യാ അക്രമൽ ഖുറമാ അലാ യാ അക്രമൽ ഖൽഖി. എന്തെല്ലാം മദ്ഹ, എന്തെല്ലാം മദ്ഹ. തങ്ങളെ ഓർമ്മിക്കാനും സ്മരിക്കാനും ഗ്രന്ഥങ്ങളുണ്ട്, പാഠശാലകളുണ്ട്, ഗ്രന്ഥപ്പുരകളുണ്ട്, ആലിമീങ്ങളുണ്ട്, മജ്ലിസുകളുണ്ട്, ദർസുണ്ട്, സംവിധാനങ്ങളുണ്ട്. തങ്ങളെ കളിയാക്കിയവൻ എവിടെ? എവിടെ നബിയേ? ഈ ആയത്തിനെ ഇങ്ങനെയൊക്കെ അർത്ഥം വെക്കുമ്പോഴും വേറൊരു അർത്ഥം കൂടി മഹാന്മാര് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. അതെന്താണെന്നറിയോ? ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തങ്ങളെ വേദനിപ്പിച്ചവന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവില്ല. അവൻ വാലറ്റവനായിരിക്കും. തങ്ങളെ വേദനിപ്പിക്കാൻ നമ്മൾ പറ്റൂല. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചവർ? 5 വിഭാഗത്തെ എണ്ണാൻ പോവുകയാണ്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാനിയും ഉമ്മാനിയും കുറ്റം പറയുന്നവർ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചവരാണ്. ഇവിടുത്തെ വഹാബികളുടെ ഭാഷയിൽ ആമിന ബീവിയും അബ്ദുല്ലാഹി തങ്ങളും നരകത്തിലാണ്. അവര് കാഫിരീങ്ങളാണ്. പച്ച മലയാളത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങളുണ്ട്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. ആര്? ആമിന ബീവി റസൂലുള്ളാഹിന്റെ ഉമ്മല്ലേ? ഉമ്മല്ലേ? ലോകത്തെല്ലാ ഉമ്മമാർക്കും ദുആർക്കാന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉമ്മ കാഫിറത്തോ? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാ? ലോകത്ത് ഏതാ സ്ഥലം? ലോകത്തെ ഏറ്റവും മഹത്തുള്ള സ്ഥലം ഏതാ? അർശാണോ? അല്ല. കുർസിയാണോ? അല്ല. കഅബയാണോ? അല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ടച്ച് ചെയ്തിരിക്കുന്ന റൗള ഷരീഫിന്റെ ഉൾഭാഗാണ് ലോകത്തെ ഏറ്റവും മഹത്തായ സ്ഥലം. ലാ ത്വീബ യഅദിലു തുർബൻ ലമഅലുമുഹു. ബുർദ, ഖസീദത്തുൽ ബുർദ. അതിനേക്കാൾ പവറുള്ളൊരു സ്ഥലമില്ല. ആ സ്ഥലത്തിന് എന്തേ അർശിനേക്കാളും കഅബയേക്കാളൊക്കെ ഏറ്റവും മഹത്വമുണ്ടെന്ന് ഇത്തഫഖത്തിൽ ഉമ്മത്തു വല്ല ഇമ്മത്തു അല അന്ന അഫ്ളൽ ബുഖാ. ലോകത്തൊരു പണ്ഡിതനും എതിരഭിപ്രായം പറയാത്ത വിധം ഖണ്ഡിതമായി മാറിയത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ടച്ച് ചെയ്ത് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ടച്ച് ചെയ്ത ആദ്യത്തെ സ്ഥലം ഏതാ? ആമിന ബീവിയുടെ ഗർഭപാത്രം. എന്നിട്ട് ആമിന ബീവി നരകത്തിലോ? എന്നിട്ട് മുജാഹിദ് സ്വർഗത്തിൽ പോകുന്ന ഒന്ന് കാണണല്ലോ. മുത്തുനബീന്റെ ഉമ്മാനെ പറയുമ്പോ അവിടുത്തെ കൽബ് എത്ര വേദനിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വിഷമാവും, എത്ര വേദനിക്കും.
ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ വേദനിപ്പിച്ചവൻ അവനാണ് വാലറ്റവൻ, അവന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവില്ല. ഖുർആൻ. ഒന്നാമത്തെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിക്കലിന്റെ രണ്ടാമത്തെ താല്പര്യം, സ്ഥിരമായി ഹറാമുകൾ ചെയ്യുമ്പോൾ അത് ഉമ്മത്തിന്റെ കർമ്മങ്ങൾ കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിക്കും. എൻ്റെ പൊന്നുമോളെ, പാതിരാവിൻ്റെ പഴുതിൽ നീ അന്യവനുമായി ചാറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ പൊന്നു കൂട്ടുകാരെ, എല്ലാ രാത്രിയിലും ഹറാമായ വീഡിയോസ് കാണുമ്പോൾ, വീഡിയോ കോളുകൾ ഹറാമായ ബന്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ, അവിടുത്തെ റൗള ഷരീഫിൽ നിന്ന് മുത്തുനബിയുടെ ഖൽബിന് ടെൻഷൻ വരും, വേദന വരും. ബഹറുദ്ദുമു എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങൾ പറയുകയാണ്, അങ്ങനെ വേദനിപ്പിക്കരുത്. അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം വേദനകൾ തങ്ങൾ സഹിച്ചിരുന്നു, എന്തെല്ലാം വേദന. 20-ലധികം തവണ ശത്രുക്കൾ കൊല്ലാൻ നോക്കിയിട്ടില്ലേ തങ്ങളെ? കഴുത്തിൽ മുണ്ടിട്ട് കുരുക്കിയിട്ടില്ലേ തങ്ങളെ? എന്തെല്ലാം വേദനിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. സ്വന്തം ഭാര്യക്കെതിരെ വ്യഭിചാരോപണം നടത്തിയില്ലേ? ഉഹദിൽ പല്ല് പൊട്ടിച്ചില്ലേ? ശരീരത്തിൽ മുറിവേൽപ്പിച്ചില്ലേ? സ്വഹാബത്തിനെ കഷ്ണം കഷ്ണമാക്കിയില്ലേ? ഹംസത്തുൽ കറാർ തങ്ങളെ നെഞ്ചി പിളർത്തിയിട്ട് വയറ് കുത്തിത്തോർന്ന് കരട് ചവച്ച് തുപ്പിയില്ലേ? എത്ര പൊട്ടിക്കരയേണ്ടി വന്ന ഘട്ടം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ തങ്ങൾ ജീവിതകാലത്ത് എന്തെല്ലാം വേദന അനുഭവിച്ചു. എന്നിട്ടും തങ്ങൾ സ്ത്രീലംബടനാണെന്നും തങ്ങൾ പല ആരോപണങ്ങൾ പറഞ്ഞ് ഇന്നും ഓറിയന്റലിസ്റ്റുകാർ തങ്ങൾക്കെതിരെ പേനയും തിന്നവരില്ലേ? എന്നിട്ട് സുന്നികളായി നടന്ന് മങ്കൂസ് മൗലിദും ഷറഫുല്ലനാമും ബുർദയും ചൊല്ലുന്ന നമ്മൾ രാത്രിക്ക് രാത്രി പാതിരാത്രി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഹറാമ കണ്ടാൽ അവിടുത്തെ ഖൽബിന് എത്ര വേദന ഉണ്ടാവും. എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഖദ അഹ്സന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി, റൗളയിലിരിക്കുമ്പോൾ അവിടുത്തെ ഖൽബിനല്ലേ ടെൻഷനാവുന്നത്. ലാസ്റ്റ് ഘട്ടം രോഗാതുരത്തിലാണ് ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു ഉള്ളത്. ആ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിനെ രോഗം കാണാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ സംഭവം അൽ ഇസ്വാബ ഫീ തമീസ് സ്വഹാബിയിൽ കാണാം. രോഗം കാണാൻ വേണ്ടി പോയപ്പോൾ ആ സ്വഹാബി ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സ്വഹാബി രോഗിയാണല്ലോ, വിളിച്ചുണർത്തേണ്ടതില്ല. എപ്പോഴാണോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടുന്നത് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോന്നു. പാതിരാത്രി ആ സ്വഹാബി ഉറക്കത്തുനിന്ന് ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന വിവരമൊക്കെ കുടുംബക്കാർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നു. വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ അവരെ തുറന്നു പറയേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, അടുത്തൊരുറക്കത്തിന് മുമ്പ് ത്വൽഹ വഫാത്താവും, അഥവാ നിങ്ങളുടെ ലാസ്റ്റ് ഉണർവാണിത്. അടുത്തൊരുറക്കത്തിന് മുമ്പ് നിങ്ങൾ മരിച്ചു, ലാസ്റ്റ് ഒന്ന് കാണാമല്ലോ, വിളിക്കട്ടെ. വേണ്ട വേണ്ട. അതെന്തേ വിളിക്കണ്ട എന്ന് പറയണത്? ഈ പാതിരാത്രി തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിന് വല്ല ഇഴജന്തുക്കളും കുത്തിയാലോ, വല്ല കല്ലും തട്ടിയിട്ട് അവിടുത്തെ കാലിന് വേദനിച്ചാലോ, വല്ല ശത്രുക്കളും പതിയിരുന്ന് തങ്ങൾ ആക്രമിച്ചാലോ, ത്വൽഹന്റെ മരണത്തിന്റെ തൊട്ടുമുമ്പ് മുത്തുനബിനെ വേദനിപ്പിച്ചിട്ട് പോകുക, എനിക്കത് സഹിക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ആ പ്രവാചക സ്നേഹി വഫാത്തായി. ഇതല്ലേ മഹബത്ത്? ഇതല്ലേ ഇഷ്ടം? ഇതല്ലേ പ്രവാചക സ്നേഹം? അല്ലേ? റബീഉൽ അവ്വലിന്റെ 2-3 ദിവസങ്ങളിൽ മാത്രം ഉണ്ടാവേണ്ട സ്പാർക്കാണോ മഹബത്ത്? അല്ല കൂട്ടുകാരെ. പാതിരാവിന്റെ പഴുതിൽ നീയും അള്ളയും മാത്രം ഉള്ള സന്ദർഭത്തിൽ നീ അള്ളാഹിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിലെ റൂമിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കാം. മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് എല്ലാം കാണാനും കണ്ടതിനെ തിരിച്ചറിയാനും നാളെ വായിക്കാനും തങ്ങൾക്ക് ശക്തിയുണ്ടല്ലോ. ആ തങ്ങൾ നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും ചുമരും ഫോണും ചാർജറും കണ്ടിട്ട് ഇന്നലകളിൽ നടന്നത് വായിച്ചെടുത്തിട്ട് ഇനി മേലാൽ ഈ റൂമിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചാലോ എങ്ങനെ ഉണ്ടാവും? അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന ഘട്ടത്തിൽ മകൾ കരയുമ്പോൾ മകളോട് പറയുന്നുണ്ട്, മോളെ കരയണ്ട കരയണ്ട, വാപ്പ ഈ റൂമിൽ നിന്ന് 25 കൊല്ലം ജീവിച്ചിട്ട് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. നന്മയുടെ ബെഡ്ഷീറ്റുകൾ,
ആത്മീയമായ ബെഡുകൾ, ആഖിറത്തിലെ സ്വർഗം വാങ്ങുന്ന കട്ടിളകൾ കണ്ടോ? വാപ്പ ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്ത് മോദി തീർത്തിട്ടുണ്ട് മോളെ. നമ്മുടെ ബെഡ്ഷീറ്റ് എന്ത് കഥ പറയും? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. നമ്മുടെ സ്വിച്ച് ബോർഡും ഫാനും അതിൻ്റെ സ്വിച്ചും ലൈറ്റും നമ്മുടെ ഈ വിരലുകളെല്ലാം എന്ത് കഥയായിരിക്കും മുത്തുനബിയോട് പറയാനുണ്ടാവുക? വിശന്നിരിക്കുന്ന അബൂ ഹുറൈറയുടെ മുഖത്ത് നോക്കിയിട്ട് റളിയല്ലാഹു അൻഹു, വിശപ്പും ദാഹവും ഉണ്ടല്ലേ മോനെ, വരൂ എന്ന് പറഞ്ഞ് മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് നാളെ തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്നെങ്കിലും തങ്ങൾ വരുമോ? വന്നാൽ ഇനി വരണമെന്ന് തോന്നുമോ? അതുകൊണ്ട് കൂട്ടുകാരെ, മഹബത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിലോ സ്റ്റാറ്റസിലോ അപ്ഡേഷൻ നടത്തലല്ല, അല്ല വേറൊന്നുമല്ല. ആ തങ്ങളെ വേദനിപ്പിക്കൂല എന്ന് മനസ്സറിഞ്ഞ് തീരുമാനിക്കുക. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവിടുന്ന് വേദനിക്കും. മൂന്നാമത്തത്, മുഅ്മിനീങ്ങളെ കളിയാക്കുന്നത് റസൂലുള്ളാഹിക്ക് തീരെ ഇഷ്ടല്ല. അതിന് നിൽക്കരുത്. ട്രോളുകളുടെ കാലാണ്. ഇനിയും പുതിയ പുതിയ ഭാവത്തിൽ ട്രോളുകൾ വരും. ഇനിയും പുതിയ പുതിയ ആപ്പ് സംവിധാനങ്ങൾ വരും. ഇനിയും പരിഹാസവും മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വർത്തമാനങ്ങളും വരും. ഫോട്ടോ മാറ്റിയും മുഖം മാറ്റിയും കോമാളിത്തരം കളിച്ചും കല്യാണത്തിന്റെ ഓരോ കാര്യത്തെയും വൃത്തികേടിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഉമ്മത്തെ റസൂലുള്ള പൊറുക്കൂല കേട്ടോ, പൊറുക്കൂല. ആ വീട്ടിലുള്ള 86 വയസ്സുള്ള ഒരു ഉമ്മാമയെങ്ങാനും എന്താണ് ഈ പിള്ളേരൊക്കെ നടത്തിക്കൂട്ടുന്നതെന്നെങ്ങാനും പറഞ്ഞ് മുത്തുനബിനെ ഒന്നും വിളിച്ചാൽ കത്തിപ്പോകും, നമ്മൾ തീർന്നു പോകും. തീർന്നു പോവും. എൻ്റെ ചെറുപ്പക്കാരെ, വൃത്തികേടിന് കൂട്ടു നിൽക്കരുത്. അതിന് നമ്മൾ പങ്കാളികളാവരുത്. ആ ഹറാമിന് നമ്മൾ കൂട്ടാളികളാവരുത്. ഞാൻ എൻ്റെ പ്രസംഗം അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുപ്പിച്ചവൻ വാലറ്റവനാണ്, അവനൊരു ഖൈറുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഏതെല്ലാം നിലയിൽ വേദനിപ്പിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ ഈ താക്കീത് ബാധകമാണ്. അവിടെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ പേറുന്നവരെയും നമ്മൾ വേദനിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ പേറി നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഉദാഹരണത്തിന് സ്വതക്ക ചെയ്യണമെന്ന് നന്നായി പഠിപ്പിച്ച ആളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളും ധാരാളം സ്വതക്ക ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ അത്ര സ്വതക്ക ചെയ്ത് ആരും ലോകത്തുണ്ടാവില്ല. അത് പഠിച്ചിട്ട് ഒരു ഹാജിയാർ നല്ല സ്വതക്ക ചെയ്യുന്നു, ആ ഹാജിയാറെ കളിയാക്കിയാലും ഈ താക്കീത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും നല്ല ആവേശം കാണിക്കുകയും വൈന്നമാ ബുഇസ്തു മുഅല്ലിമ, എനിക്ക് ഇൽമു പഠിപ്പിക്കാൻ ഇഷ്ടമാണെന്നുള്ള അർത്ഥത്തിൽ ഇൽമു ദർസ് ചർച്ച നടക്കുന്നിടത്ത് പോയിട്ട് ഇരിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ മുഅല്ലിമീങ്ങളെയും മദ്രസ ഉസ്താദുമാരെയും ഇൽമിന്റെ അഹ്ലുകാരെയും പരിഹസിക്കുന്നവരും വാലറ്റവനാണ്. നിന്നെ ഓർമ്മിക്കാൻ ലോകത്ത് ആരും ബാക്കിയില്ലാത്തവണ്ണം നിന്നെ കട്ട് ചെയ്ത് വെക്കും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങളും പ്രത്യേകതകളും ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഇബാദത്ത് ചെയ്യുന്നവർ, സ്വതക്ക ചെയ്യുന്നവർ, ഇൽമിന്റെ അഹ്ലുകാർ, ദുനിയാവിനോട് താല്പര്യമില്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ, ദുനിയാവിനോട് ഒരു താല്പര്യമില്ല. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ, പർവ്വതങ്ങളൊക്കെ സ്വർണ്ണം ആവട്ടെ എന്ന് വെച്ചപ്പോൾ ഫാറഹ അയ്യമശമമി, ഗെറ്റ് ഔട്ട്, എന്ത് സ്വർണം. അങ്ങനെ ദുനിയാവിനോട് താല്പര്യമില്ലാതെ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ടൗണിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടാവും ദുനിയാവിനോട് ഒരു താല്പര്യമില്ലാത്ത. അങ്ങനത്തെ മനുഷ്യരെ നിന്ദിച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ ബാധകമാണ് എന്ന് കിതാബുകളിൽ കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത 3 കിതാബുകൾ, ഒന്ന് തഫ്സീറുർ റാസി, 2 അബ്ദുല്ലാഹി സിറാജുദ്ദീൻ തങ്ങളുടെ ഹൗല തഫ്സീർ സൂറത്തുൽ കൗസർ എന്ന ഗ്രന്ഥം, പിന്നെ അല്ലാമ ദമൻഹൂരിയുടെ
അൽ ഫൈലുൽ അമീം ഫി മഅനൽ ഖുർആനിൽ അലീം എന്ന തഫ്സീറാണ്. ഇതൊന്ന് തുറന്നു നോക്കാൻ പോലും സമയം ഉണ്ടായില്ല. സമയം പെട്ടെന്ന് തീർന്നത് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ കിടക്കുന്ന തങ്ങൾ ഉപ്പാപ്പമാരുടെ ബർക്കത്തുണ്ട് നമ്മളെല്ലാവരെയും സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഒരു സൂറത്തിനെ നമുക്ക് കഴിയുന്നത് പോലെ പറയാൻ ശ്രമിച്ചു. തെറ്റുകളുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാഹ്. ഖുർആനിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റജബാക്കല്ല അല്ലാഹ്. ഒരുപാട് റജബുകൾ ഇനിയും ഇനിയും നൽകണേ റഹ്മാനെ. ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാൻ നമുക്ക് നൽകണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞുപോയ നമ്മുടെ ഏടുകളെ വെളുപ്പിച്ച് ഇതൊരു തൗബൻ്റെ സദസ്സാക്കി തരണേ അല്ലാഹ്. എല്ലാ നല്ല സദസ്സിലും നമ്മൾ ദ്വാരക്കും ആമീൻ പറയും എന്നല്ലാതെ നമ്മളെന്താ മാറാത്തത്? നമ്മളൊന്ന് മാറ്റിത്തരണേ റഹ്മാനെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന MLA അടക്കമുള്ള ഉറൂസിൻ്റെയും ജമാഅത്തിൻ്റെയും ഭാരവാഹികൾ, ഇതിൻ്റെ സഹകാരികൾ, അഭ്യുതകാംക്ഷികൾ, ഇതിനുവേണ്ടി ഏതെല്ലാം തരത്തിൽ സഹായിച്ചും സഹകരിച്ചും ചേർന്ന് നിൽക്കുന്നവർ, വളണ്ടിയേഴ്സ്, ചെറുപ്പക്കാർ, ഉമ്മമാർ, എല്ലാവർക്കും ബർക്കത്ത് നൽകണേ റഹ്മാന്. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കളെ ഒക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാഹ്. ദീർഘായുസ് ആഫിയത്ത് നൽകണേ റഹ്മാനെ. നിൻ്റെ മോനതാ MDM ഉപയോഗിച്ചിട്ട്, നിൻ്റെ മോളതാ ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെയൊന്നും ജീവിതത്തിൽ മക്കളെക്കുറിച്ച് കേൾപ്പിക്കല്ലേ അല്ലാഹ്. നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരല്ലേ അല്ലാഹ്. അവസാന ഭക്ത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇയാളൊന്നും മരിച്ചാൽ മതിയായിരുന്നു. ഭാര്യയോ മക്കളോ ഭർത്താവോ പുതിയാപ്പിളയോ ചികിത്സിച്ചിട്ട് മടുത്തല്ല. ഇയാളെന്താ മരിക്കാത്തത്? ഇങ്ങനെയൊന്നും ആർക്കും നമ്മളെ തലവേദനയാക്കല്ലേ അല്ലാഹ്. അവസാനത്തെ ഭക്ത് വരെ വളരെ റാഹത്തോടെ നിസ്കരിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം ആക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. നിൻ്റെ മഹല് ഫളലുണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുണ്ട്. അതൊക്കെ നമുക്ക് പുറത്തു തരണേ റഹ്മാനെ. നമുക്ക് പുറത്തു തരണേ അല്ലാഹ്. നമ്മളെ നന്നാക്കി തരണേ അല്ലാഹ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് 1.5 വയസ്സ് 2 വയസ്സ് മുതലാണ്. ഇപ്പം നമ്മൾ ടോട്ടൽ സംസാരിച്ച വാക്കുകളുണ്ട് നോക്കിയാൽ കോടിക്കണക്കിന് വേണ്ടിയും വേണ്ടാത്തെല്ലാം ഉണ്ടാവും. നമ്മളെ സംസാരം നിൽക്കുന്ന സ്റ്റോപ്പാകുന്ന ലാസ്റ്റ് ഘട്ടം, മരിക്കുന്ന സമയം. ആ സമയത്ത് നീ നമ്മളെ ഇബ്ലീസിന് കൊടുത്തേക്കല്ലേ അല്ലാഹ്. ആ സമയത്ത് നീ നമുക്ക് കാവലാവണേ അല്ലാഹ്. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ സ്ഫുടമായി പറയാൻ ഈ മജ്ലിസും ഈ ഉറൂസും കാരണമാക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സഹായിച്ച പ്രവാസികൾ, നാട്ടുകാർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ പങ്കെടുത്ത് ഇത്രയും മണിക്കൂറുകളോളം ഇവിടെ ഇരുന്നത് ഇൽമ കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത്രയും ആയിരങ്ങൾ ഇരുന്നത്. എല്ലാവർക്കും അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. നമ്മളെല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുത്തണേ അല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിനെ വേദനിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാഹ്. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് വാക്കുകളിൽ ഒതുക്കാതെ ഖൽബിലുള്ള മഹബത്താക്കണേ റഹ്മാനെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.